അനുഗ്രഹിക്കണം. ആ എന്തേ, എന്തു പറ്റി? നിങ്ങൾ ഏറെ നേരം കരഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് ആരുമില്ല സ്വാമി, പോകാൻ ഒരിടവും കാണുന്നില്ല. കുട്ടിയുടെ പേരെന്താണ്? അശരണർക്ക് ദൈവങ്ങളൊക്കെ തുല്യരാണ്. എന്റെ മോനെ വളർത്താൻ എനിക്കൊരു ജോലി വേണം സ്വാമി. ഇനി ഇവനെ എനിക്കൊരു പ്രതീക്ഷയുള്ളൂ. കർമ്മം അത് തന്നെയാണ് ഈശ്വരനും കണക്കാക്കുന്നത്. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ജോലി വിഷമിക്കണ്ട. ഈ നിരത്തിൽ കൂടെ നേരെ മുന്നോട്ട് ചെന്നാൽ ശാന്തകുമാരി എന്ന് പറയുന്ന സ്ത്രീയെ കാണാം. കച്ചവടമൊക്കെ ചെയ്യുന്ന സ്ത്രീയാ. സ്വാമി രുദ്രദാസൻ പറഞ്ഞിട്ട് വരികയാണെന്ന് പറഞ്ഞാ തീർച്ചയായിട്ടും അവര് നിങ്ങളെ സഹായിക്കും. നന്ദി സ്വാമി. പാടാ. അതെ, കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ തൃശ്ശൂർക്കാരുടെ വെള്ളയപ്പം അത് ഇത്ര രുചിയോടെ കഴിക്കണമെങ്കിൽ ശാന്തമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണം. മണിയാ, ചക്കരേമേ ഈച്ച പതിഞ്ഞ മാതിരി ആവല്ലേ. ആ തള്ളക്ക് അസൂയാന്നേ. പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ ഇപ്പൊ കഴിച്ചതിന്റെ കാശ് ഇവിടെ വെച്ചിട്ട് പോകാൻ നോക്ക്. ഓ, ഇതാ കിടക്കുന്നു നിങ്ങളുടെ കാശ്. അവരുടെ ഒരു അഹങ്കാരം. ഓരോന്നങ്ങനെ ഇറങ്ങിക്കോളും. എത്രയ്ക്കാ? ഞങ്ങള് രുദ്രസ്വാമി പറഞ്ഞിട്ട് വരുക. അപ്പൊ കൂപ്പില് പണിക്കടെ കെട്ടിയൻ ചത്തു. അതോടെ നിങ്ങൾക്ക് ആരും ഇല്ലാണ്ടായല്ലേ? ഇപ്പൊ ഇവന് ഞാനും എനിക്ക് ഇവനും മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇവനാ എന്റെ എല്ലാ പ്രതീക്ഷയും. ഒക്കെ ശരിയാകും ത്രേസ്യാമ്മേ, നീ സമാധാനമായിട്ടിരിക്കേ. ദൈവമായിട്ട് ആ സ്വാമിയെ കാണിച്ചു തന്നതും ആ സ്വാമി നിങ്ങളുടെ കാര്യം പറഞ്ഞതും. ദൈവമായിട്ടൊന്നുമല്ല, ആ സ്വാമിയുടെ പൂർവാശ്രമത്തിന്റെ ഭാര്യയാണ് ഞാൻ. എന്തായാലും നിങ്ങൾ വന്ന എനിക്കൊരു കൂട്ടായി. ദേ, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം, കച്ചവടത്തിലും കൂടാ. പഠിച്ചു കഴിയുമ്പോ തനിയെ തുടങ്ങണമെങ്കിൽ അങ്ങനെയോ ആകാം. കരയാതെ ത്രേസ്യാമ്മേ, കുട്ടിയുണ്ട്, അവന്റെ വിഷമാവില്ലേ? ആ കഞ്ഞി കുടിച്ചേ, കഴിക്കുവനെ. എടി പെണ്ണെ, നീ പഠിച്ചല്ലോടി? അതേ, ഞാൻ ഈ അപ്പൊക്കെ ചില കടകളിലേക്ക് സ്ഥിരമായിട്ട് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് കൊടുത്തിട്ട് വേഗം വരാം. ഏയ് വേണ്ട മോനെ, നിനക്ക് ഈ കടകളൊന്നും അറിയില്ലല്ലോ. ഞാൻ കൊണ്ടേ കൊടുത്തോളാം. മോനെ അമ്മയുടെ അടുത്തിരുന്നു. ചേച്ചി, ഞാൻ ചോദിച്ചു പോക്കോളാം. ചേച്ചി അവനും കൂടെ വന്നോട്ടെ, അവനീ വഴിയൊക്കെ ഒന്ന് പഠിക്കട്ടെ. എന്നാ നീ എന്റെ കൂടെ വാ. എടി പെണ്ണേ, നീ എന്തിനാ വിഷമിക്കണേ? നിന്റെ മോൻ വിടുക്കനാ. ഒരിക്കൽ അവൻ ഈ തൃശ്ശൂർ പേര് അങ്ങാടിയെല്ലാം അവന്റെ ഉള്ളം കയ്യിൽ വെക്കും. ഇത് ഞാനാ പറയുന്നത്, നിന്റെ ഓർമ്മയിലിരിക്കട്ടെ. കുറിച്ചു വെച്ചോ. വാടാ മോനെ. മെല്ലെ മെല്ലെ. എന്തൊരു ഓടലിട മോനെ, പതുക്കെ.
എന്താ മനുഷ്യ ചിരിക്കണേ? മറിയാമ്മേ, ഈ പള്ളിമണി കേൾക്കുമ്പോ എനിക്ക് പള്ളിക്കൂടം ഓർമ്മ വരുന്നത്. ഒരു പല്ലിക്കൂരം. വിവരക്കേട് പറയാതെ അച്ഛൻ എവിടെയാന്ന് അന്വേഷിച്ച മനുഷ്യ. കുറെ നേരമായി കാത്തുക്കാൻ തുടങ്ങിയിട്ട്. ആ, അച്ഛൻ എവിടെയാ? അച്ഛൻ സെമിത്തേരിയിലുണ്ട്. അച്ഛൻ സെമിത്തേരിയില്ല. സെമിത്തേരിയിൽ ഉണ്ടായാ പോരാ, ഇങ്ങോട്ട് വാ മനുഷ്യ, അങ്ങോട്ടൊക്കെ അങ്ങോട്ട്. അച്ഛനെന്ത് ഈ നേരത്തെ സെമിത്തേരിയിൽ പോയി കിടക്കുന്നുണ്ട്? നിനക്ക് പറ്റിയ കല്ലറ നോക്കായിരിക്കും. പിതാവിന്റെ ആത്മാവിനു വേണ്ടി നല്ലതുപോലെ പ്രാർത്ഥിച്ചോളൂ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ അച്ഛോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ എന്താ ശവക്കോട്ടയിൽ ഇപ്പോ കാര്യം? നല്ല വിശ്വാസികളൊക്കെ ഇപ്പൊ ഇതിനകത്താ. ഞാൻ അവരെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ. എന്താ താൻ പോയിരുന്നോ? ഇല്ല അച്ഛോ, ഇല്ല. മറിയ ഇന്നെന്താ കുർബാനയ്ക്ക് പങ്കെടുക്കാതിരുന്നത്? എന്റെ അച്ഛോ, ഇന്നലെ രാത്രി കുടിച്ച് ലക്കില്ലാതെ വന്നിട്ട് എന്നെ കിടത്തി പൊറപ്പിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ വരാൻ അച്ഛോ? അക്കാര്യം ഒന്നും ഇവിടെ പറയാതെ മറിയ. അച്ഛനും അറിയട്ടെ. ഡോ, ഇങ്ങനെ കുടിച്ചാലേ തന്റെ ചങ്കും കരടും ഒക്കെ വാടിപ്പോവും. തെമ്മാടി കുഴി പോലും പിന്നെ ഞാൻ കേറ്റത്തില്ല. ഇനി എന്തോന്ന് പാടാനാ അച്ഛോ? കണ്ടില്ലേ കോലം? ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാ പോലും ഇങ്ങോട്ട് കരള് കാണാൻ പറ്റില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. രണ്ടാൾക്കും രക്ഷപ്പെടാൻ പറ്റുന്ന അവസാനത്തെ അവസര. ഇനി സഹായിക്കണമെന്നും പറഞ്ഞ് എന്റെ കൺമുമ്പിലേക്ക് വന്നു പോരുത്. ഏത് നരകത്തിൽ വേണമെങ്കിലും പോവാ എന്റെ പൊന്നച്ചോ. ഇന്നെങ്കി ഇന്ന് എവിടെ വേണമെങ്കിലും പോവാ. ഞാൻ ഒരാളോട് നിങ്ങളുടെ കാര്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പോളെന്നാണ് ആളുടെ പേര്. പോളേട്ടൻ എന്ന് നാട്ടുകാരൊക്കെ വിളിക്കും. നല്ല മനുഷ്യനാ. നിങ്ങൾ മാട്ടായി ചെന്ന് അദ്ദേഹത്തെ ഒന്ന് കാണണം. ശരി അച്ഛോ, ഞങ്ങൾ ഇന്ന് തന്നെ ആ ദൈവദൂതനെ പോയി കാണാം. ഓ ശരി അച്ഛോ. തീർച്ചയായും അദ്ദേഹം നിങ്ങൾക്കൊരു പാഠശാലയായിരിക്കും. പോയിക്കോളൂ. വരട്ടെ അച്ഛോ. അങ്ങോട്ടൊക്കെ മനുഷ്യ അങ്ങോട്ട് നടക്കല്ലേ. പ്രാർത്ഥിച്ചോളൂ മോളെ. അത് മാട്ടാക്കില്ലോ സാർ. എന്റെ പൊന്നു ചേച്ചി ഒറ്റ ബസ്സല്ലൂട്ടാ. എനിക്കൊന്നും മതിയല്ലോ, ഒമ്പണ്ണം വേണ്ട. ഇത് പരട്ട തള്ളയത്. ആ, വള്ളം കിട്ടി. അവളൊരു വേലക്കാരിയാ. ചേച്ചിയെ പാപ്പാനെ കൂടെ പോക്കട്ടാ. പാപ്പാ നിന്റെ അപ്പനാടാ. അതുകൊണ്ട് വയ്യ. കർത്താവേ. അങ്ങോട്ട് കേറ് മനുഷ്യ. ടിക്കറ്റ് എടുത്തോണേ. ആ, അതൊക്കെ ഞാൻ എടുത്തോളാം, പോയിക്കോളൂ. എവിടാ വണ്ടി എടുത്തോ. അപ്പോട്ടെ അപ്പോട്ടെ. കർത്താവേ, ഒരാപത്തും കൂടാതെ അങ്ങ് എത്തിച്ചേക്കണേ. ചേച്ചി ഇത് അമ്പലം പള്ളിയൊന്നുമല്ല കേട്ടോ. അമ്പലവും പള്ളിയൊന്നല്ല തൊഴുത്, ഡ്രൈവറെ തൊഴുതതാ. മര്യാദയ്ക്ക് അങ്ങ് എത്തണ്ടേ, അല്ലെങ്കിൽ തന്നെ പേടിച്ചിട്ട് വയ്യ. ഈ മുന്നിൽ എവിടുന്ന് വരണം? എന്റെ വീട്ടിൽ നിന്നടാ. ഇത് തൊള്ളു ജോപ്പാ. നീ വണ്ടി എടുക്കണ അങ്ങോട്ട്. മതി. കഷ്ടമല്ല. എന്തോ വെക്കുന്നത്? It's a Candy Crush, yaar. മറ്റേ സിംപ്ലിക്കേഷൻ. Hey, old man, what's up? Dying age ആയി. ഈ തോട്ട്സ് ഒന്നും നിർത്താറായില്ല. പോടാൻ കൂടി അവിടുന്ന്. മറിയാമേ, ഞാൻ അങ്ങോട്ട് വരട്ടോ? ഇങ്ങോട്ടൊന്നും വരണ്ട മനുഷ്യ, അല്ലേ തന്നെ പേടിച്ച് പറിച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്റെ കർത്താവേ, ഇതെങ്ങാനും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴോ നീന്താനും കൂടി അറിയില്ല. എന്ത് നാറ്റോ. ചേട്ടാ ടിക്കറ്റ്. ആ, ഞങ്ങക്കേ പോളേട്ടന്റെ വീട്ടിലേക്കാ പോകേണ്ടത്. അയ്യോ ചേട്ടാ, ടിക്കറ്റ് എങ്ങോട്ടാണ്? ആ ടിക്കറ്റ് എടുത്ത് ദൂരെ കളയടാ. നാട്ടായ മുമ്പില് മറിയാമ ഇരിപ്പുണ്ട്. എന്റെ വൈഫാ. അവിടെ ടിക്കറ്റ് എടുത്തോളൂ. ശരി ശരി. അതെ, എടാ മലയാളം പോലും കൃത്യമായിട്ട് അറിയാത്ത നീയാണ് ഈ പൊട്ടിച്ചിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. എടോ പണിക്കരെ, താൻ പറഞ്ഞ ആനയുടെ വില അങ്ങ് ഒത്തുവരുന്നില്ലടോ. അതെ, ന്യായമായ വില കിട്ടുന്നില്ലെങ്കിൽ ഞാൻ അതിനെ ആർക്കും കൊടുക്കുന്നില്ല. ആരും വാങ്ങിക്കാതിരിക്കാൻ മച്ചുപശു ഒന്നല്ലല്ലോ. അത് ശരി. നടേശനും മക്കളും ഒന്ന് വിചാരിച്ച ഈ തൃശ്ശൂർ അങ്ങാടി കടന്ന് ആരും വരികയില്ല. വരും, ഒരാൾ വരും. ആര്? കച്ചവടം. അരി ആയാലും ആനയായാലും നമ്മുടെ നാട്ടിൽ പേരൊന്നേ ഉള്ളൂ, പോളേട്ടൻ. ഏത്
ആ അറക്കപ്പറമ്പിലെ പിച്ച പോള്. എങ്കിലും ഒന്ന് കാണണമല്ലോ. ആനേ ആന പിണ്ടം വിൽക്കും. വേടോ വേടേ. തള്ളേ മാട്ടായെത്തിട്ടാ ആ പാപ്പാനെയും കൂട്ടിട്ടേ ഇറങ്ങാൻ നോക്ക്. പെട്ടെന്ന് തള്ളേ തട്ടിത്തടഞ്ഞ് വീഴണ്ട, അതിന് ഒടിക്കണ്ട. എന്ത് പറ്റി? സ്റ്റോപ്പിൽ നിന്ന് മനുഷ്യനില്ല വാസുട്ടാ. ഇറങ്ങിയേച്ചി പെട്ടെന്ന് ആവട്ടെ, പെട്ടെന്ന് ആവട്ടെ. പെട്ടെന്ന് ഇറങ്ങാനൊന്നും പറ്റില്ല. കയ്യും കാലും ഇല്ലാത്ത മനുഷ്യന്മാരാ. പെട്ടെന്ന് ആവട്ടെ. കണ്ടേ, നീ എന്താണ് ഈ തിരക്കൂട്ടുണ്ട്? നിന്റെ മാട്ടായി ഞാൻ മാറ്റി തരും. കയ്യും കാലും ഒടിഞ്ഞ് വഴക്കുണ്ടാക്കാതെ മതിയേ. വാ, വാ. അവൻ പൊട്ടനാണ്. ഞാൻ ടിക്കറ്റ് കൊടുത്തില്ല. നിങ്ങൾ എടുത്തോ? ഞാനും എടുത്തില്ല. ആ നന്നായി പോയി. റോസമ്മേ, എന്തുണ്ട് റോസമ്മേ വിശേഷങ്ങൾ? പോളിനെ ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ. എന്തു പറയാനാണച്ചോ, പോളേട്ടൻ ബിസിനസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓട്ടത്തിലാ. പാരീഷ് ഹാളിന്റെ പണി കഴിഞ്ഞ വിവരം റോസമ്മ പോളിനോടൊന്ന് പറഞ്ഞേക്കും. മാത്രമല്ല, കഴിഞ്ഞ പള്ളി കമ്മിറ്റിയിൽ ഞാൻ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് പോളിനോട് പിരിവൊന്നും ചോദിക്കരുതെന്ന്. അയ്യോ അച്ചോ, ഞങ്ങളുടെ പിരിവ് അടുത്ത ഞായറാഴ്ച എത്തിച്ചോളാം. ഞാൻ റോസമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. മരിച്ച ശേഷം വലിയ കല്ലറയിൽ കിടക്കുന്നതിലല്ല കാര്യം. ജീവിച്ചിരിക്കുമ്പോൾ ദൈവകാര്യങ്ങളിൽ സമയം കണ്ടെത്തണം, അതാണ് കാര്യം. മോനെ ശ്വാസകോശം സ്പോഞ്ച് പോലാണെന്ന് അറിയില്ലേ? താനാര് സഞ്ചരിക്കുന്ന ആരോഗ്യ മന്ത്രാലയോ? ഇതൊക്കെ എവിടുന്ന് വരുന്നു? വടക്കൂന്ന തെക്കോട്ടായിരിക്കും. തെക്കോട്ട് തന്നെ അപ്പനായിരിക്കും. എടാ ചേർക്കാ, ഞങ്ങൾ ആ പോളേട്ടന്റെ വീട്ടിലേക്കാ. അല്ല, ഏത് പോളേട്ടന്റെ വീട്ടിലേക്കാ? അറക്കപ്പറമ്പിൽ പോളേട്ടൻ. പോളേട്ടന്റെ വീട്ടിലെ പനി അന്വേഷിച്ച് പോവാ. നല്ല തങ്കപ്പെട്ട മനുഷ്യനാ പോളേട്ടൻ. അല്ല, അത് ആരാ പറഞ്ഞേ? അത് ഞങ്ങളുടെ അച്ഛനാ. എന്താണ് അത്ര വിളിക്കാനുള്ളത്? ആഹാ, ഞാൻ മാത്രമാണ് ചിരിച്ചേ. അപ്പഞ്ചത്തെ വിഷമത്തിൽ 2 ദിവസമായി ഉണ്ടായിരിക്കണേ, ഇവൻ പോലും ചിരിച്ചില്ലേ? കാര്യം എന്താ വെച്ചാൽ തെളിച്ച് പറയടാ താടിവാല. അതെ, നിങ്ങൾ ഈ പറഞ്ഞ പോളിനെ വസ്തു കച്ചവടം, ആന കച്ചവടം, അങ്ങനെ കൊറേ ബിസിനസ് ഉണ്ട്. ഉണ്ടായിക്കോട്ടെ. ആള് വലിയ ആനക്കമ്പക്കാരനാ. ആ പക്ഷെ ഞങ്ങള് നാട്ടുകാരയാളെ പിച്ചപ്പോളെന്നാ വിളിക്കുന്നത്. അതെന്താ അങ്ങനെ? പിശിക്ക് അല്ലാതെന്താ, ഇഷ്ടം പോലെ സമ്പാദിച്ചു കൂട്ടിണ്ട്. പക്ഷെ വീട്ടുകാർക്ക് പോലും ഒരു ഉപകാരമല്ല. അതെ, പിശക്കന്മാരുടെ ഭൂപടത്തിലെ അമേരിക്കയാണ്. എടോ, താനവിടേക്കുള്ള വഴിയൊന്ന് പറഞ്ഞാടോ. ഞാൻ പറഞ്ഞു തരില്ല. അതെന്താ? പിന്നെ എന്റെ മനസാക്ഷിക്ക് ഞാൻ കുറ്റക്കാരനാവും. എന്റെ ഈശോയേ. എന്തായാലും ഞങ്ങള് സഹിച്ചു. താനാ വഴിയൊന്ന് പറഞ്ഞതാ. അതെ, ഈ പ്ലാവിന്റെ അവിടുന്ന് അങ്ങോട്ട് മൊത്തം അങ്ങേരെ പറമ്പ. മൊത്തോ? ആ, എന്നാ വേഗം വാ മനുഷ്യ, പോയി നോക്കാം. വീട് അവിടെ എവിടെയോ കാണും. വാ, വാ. എന്തൊക്കെ കണ്ടാലും കേട്ടാലും ഒരു മനുഷ്യജന്മം തീരാ. എന്റെ പൊന്നു പോളേട്ട, 10-12 കൊല്ലമായിട്ട് ഇതേ കൊട്ടയെ പണിയെടുക്കുക. പഴയ കൊട്ടയുടെ ബലം ഒന്നും പുതിയ കൊട്ടയ്ക്ക് ഇല്ലടാ. എന്താടാ? ആ, കണ്ണേ പൊന്നേ പിണങ്ങല്ലേ. ഇന്നടാ ആരടാ ബെൻസ് എഴുതാൻ പറഞ്ഞ? അല്ല മുതലാളി, നമ്മള് ആനനെ വാങ്ങാൻ പോവല്ലേ? അതിന് നമ്മൾ ആനയുടെ കാറ്റഴിച്ച് വിട്ട് ചെറുതാക്കി വണ്ടിക്കകത്ത് വെച്ചിട്ടല്ലോ കൊണ്ടുവരണേ, ആണോ? അല്ല, ബെൻസാവുമ്പോ ഒരു ഗെറ്റപ്പൊക്കെയാണ്. നമ്മുടെ ഗെറ്റപ്പിന് എന്താടാ ഒരു കുഴപ്പം? ഒരു കുഴപ്പമില്ല. അപ്പൊ പ്രതീക്ഷയും പോയി. ബിജുവേ, ഇങ്ങോട്ട് വാടാ. എന്താ കൊള്ളട്ടാ? നീ ഒരു കാര്യം ചെയ്യ്. ആ വണ്ടി കഴുകിയതുപോലെ ഈ വണ്ടി കഴുകിട്ടാ ഈ വണ്ടിയിൽ നമ്മൾ പോണം. നീ ഇവിടെ കിടന്ന് തുരുമ്പിടിക്കാൻ നല്ലത്, നിന്നെ ഒന്ന് കൈകൊണ്ട് പറയാൻ പോളായിട്ട് സമ്മതിക്കണേ. ഇപ്പൊ ഇത് കഴിയണ്ടേ? കാല് വേദന എടുക്കണോ അമ്മച്ചി? കുഴപ്പമില്ല, കുഴപ്പമില്ല. ഞാൻ ചെന്ന പാടെ നിനക്കൊരു കട്ടൻ കാപ്പി ഇട്ട് തരാം, പോരെ?
പിന്നെന്തൊക്കെ വേണം? പിന്നെ എന്തെങ്കിലും കേറാൻഡി, ഞങ്ങൾ അങ്ങോട്ട് ഇറക്കിയേക്കാം. ആഹാ, സണ്ണിയോ? ഞാൻ നടന്നോളാടാ. എന്റെ മോൻ പോള് പറയണതേ നടക്കണത് ആരോഗ്യത്തിന് നല്ലതാന്നാ. നീ വിട്ടോ. ഈ പോളേട്ടിന്റെ ഒരു കാര്യം, ആന്റി ഇങ്ങോട്ട് കേറാൻറ്റി. വേണ്ടടി, ഞങ്ങള് നടന്നോളാം. ഇനി ഒരു ഇത്തിരിയല്ലേ ഉള്ളൂ. നിനക്ക് പോണോ? ആ, അപ്പൊ നിങ്ങള് വിട്ടോ. പതിപോലെ റോസമ്മ പോളേട്ടന്റെ സ്വഭാവം മാറാനുള്ള പ്രാർത്ഥനയിലായിരിക്കില്ലേ? ദൈവത്തിന് കത്തിക്കണ മെഴുകുതിരിയുടെ കണക്കും കൂടി അവൻ പറയുമെന്നാ ഇപ്പൊ എന്റെ പേടി. സാറേ എന്തിയടി? അവളെ പള്ളിയിലോട്ടൊന്നും കണ്ടില്ലല്ലോ. ശാരേച്ചി പൂജേച്ചിയുടെ വീട്ടിൽ കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടി പോയിരിക്കുക. ഹോ, എന്നാ ഞങ്ങൾ അങ്ങ് പോയേക്കാം. ആ, അതെ, അമ്മച്ചി ഒരു കാര്യം ചോദിക്കട്ടെ. ശരിക്കും സാറേ ഇപ്പൊ എവിടെയാ? പെണ്ണേ എൻ കുറുമ്പുകാരി അഴകേറും സുന്ദരിയേ വാ കണ്ണേ. പെണ്ണേ എൻ കുറുമ്പുകാരി അഴകേറും സുന്ദരിയേ വാ കണ്ണേ. വെൺമേഘ പൂഞ്ചിറകിൽ പൊൻതിങ്കൾ കല കാണാൻ ഈരാവിൽ പെണ്ണേ പോകാ. കാറ്റു വീശുന്ന നേരങ്ങളിൽ നീർക്കിളികളാകാം നീലസാഗര തീരങ്ങളിൽ മുത്തുച്ചിപ്പികൾ പെരുക്കാം. പൂനിരേ വെൺറാവേ നമ്മള് വന്നുപെട്ടത് സ്വർഗത്തിലാണല്ലോ എന്റെ മാതാവേ. ആ ചായക്കടയിലെ തെണ്ടികള് നുണ പറഞ്ഞതാ. എന്തോരം തെങ്ങുകളാ. അച്ഛന് സ്തുതി. കണ്ണു വെക്കാതെടി. ഒന്നും അല്ലെങ്കിൽ നമ്മുടെ മുതലാളിയുടെ പറമ്പല്ലേ. മനുഷ്യ, നിങ്ങൾ പ്രസംഗിക്കാതെ 5-6 തേങ്ങ എടുത്ത് തലയിൽ വെക്കാൻ നോക്കാം. ഓ, നമ്മൾ അധ്വാനിക്കുന്നവരാണെന്ന് പോളേട്ടൻ അറിയട്ടെ. ഓ, അത് ശരിയാ. അമ്പടി കളി. ഒന്ന് പോ മനുഷ്യ. അമ്മേ, മുമ്പിന്ന് മാറി നിൽക്കടാ. നേരെ മുമ്പിൽ കയറി അങ്ങോട്ട് നിൽക്കും. എന്നാ അതിലേക്ക് കയറിയിടി. എന്തോരം വലിയ വീടാ. ഇവിടെ ഒന്നും ആരും ഇല്ലേ? ശരിയാ. ഒന്ന് വിളിച്ചു നോക്കാം. പോളേട്ടാ, ചേച്ചിയേ, പോളേട്ടാ, ചേച്ചിയേ, പോളേട്ടാ. ചേച്ചി. ആരും ഇല്ലേ? വല്ലതൊക്കെ പോയതായിരിക്കുമോ? ചേച്ചിയേ, എടാ, ഇത് കട്ടതല്ല. ഞങ്ങൾ കണ്ടപ്പോ എടുത്തോണ്ട് പോന്നതാ. വെല്ലുമിച്ചി, പുറത്തെന്താ കുഴപ്പമുണ്ടല്ലോ? വാ, ആ TV ഓഫ് ചെയ്യൂ. തോന്നണത് മടിയായോ? എന്റെ ഈശോയെ, എന്താ പറ്റിയേ? ഇയാളൊരു പെട പിടിച്ചതാ. ഇടയ്ക്ക് താനാരാടോ? എന്തിനാ ഇവിടെ തല്ലിയേ? പറഞ്ഞു കൊടുക്ക. എന്റെ പൊന്നു കൊച്ചമ്മേ, കള്ളനല്ല കള്ളനല്ല എന്ന് 100 വട്ടം പറഞ്ഞതാ. അപ്പൊ പിടി കിട്ടില്ല. പിന്നെ എന്താ ചെയ്യാ? ഒന്ന് അങ്ങോട്ട് കൊടുത്തു. അമ്മച്ചി, സുരേഷ് മരിച്ചെന്നാ തോന്നണേ. അവന് അതിനുള്ള പ്രായമൊന്നും ആയില്ല. എന്താ എന്താ ഇവിടെ സംഭവം? എന്റെ മമ്മി, ഇയാള് നമ്മൾ സുരേഷ് ഏട്ടൻ ഒറ്റയടിക്ക് കൊന്നു. മലയാറ്റൂർ മുത്തപ്പനാണേ, ഞങ്ങള് പാവങ്ങളാ. ഗ്രിഗറിയച്ചൻ പറഞ്ഞിട്ട് പോളേട്ടനെ കാണാൻ വന്നതാ. സത്യം. അതെ, സത്യം. സുരേഷ് 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 സുരേഷ്
അവൻ കണ്ണൂർന്നു. ഇവൻ ചെറുപ്പം മുതലേ ഇങ്ങനെ തന്നെയാ. പൊട്ടനാണോ? പോൾ ഇവിടെ ഇല്ലാണ്ട് പോയല്ലോ. നിങ്ങളുടെ കാര്യം ഗ്രിഗറിയച്ചൻ വിളിച്ചു പറഞ്ഞിരുന്നു. പോളേട്ടൻ വൈകുന്നേരം വരും. അതെ, അച്ഛന് നിങ്ങളോട് എന്തെങ്കിലും വിരോധം ഉണ്ടോ? ഇല്ലല്ലോ കൊച്ചമ്മേ. അല്ല, ഇങ്ങോട്ട് പറഞ്ഞയച്ചത് കൊണ്ട് ചോദിച്ചതാ. ആ സാറല്ലേ, ദേ നീ അവരെ ഔട്ട് ഹൗസിലേക്ക് ഒന്ന് കൊണ്ടുവന്നു. ആ, ശരിയാ ശരിയാ, പൊയ്ക്കോളൂ പൊയ്ക്കോളൂ. വാ മനുഷ്യ. പാലക്കാട് ചൂടൊരു ചൂടന്നേട്ടാ. പോളേട്ട ചൂടെടുത്തിട്ട് വയ്യേട്ടാ. എത്ര ദൂരത്? നമുക്ക് ആ ബെൻസിൽ തന്നെ പോന്നായിരുന്നു. മൂട്ട വണ്ടിയിൽ ഇരുന്നിട്ട് തണ്ടല് ഉരുക. എടാ ബിജുവേ, ഈ പഴയ വണ്ടി എന്ന് വെച്ചാ അതിന്റെ ഒരു എടുപ്പ് വേറെ തന്നെയാ. നീ മിണ്ടാണ്ട് മുന്നോട്ട് നോക്കി വണ്ടി ഓടിച്ചേ. വേണേ കടന്നു പോയിക്കോ സ്റ്റാ. ഈ സാധനം എങ്ങനെ പോളോ? അല്ല, മുതലാളിക്കും തൊട്ടിത്ര ആനക്കമ്പം. ഇപ്പൊ തന്നെ നമുക്കൊരു 4-5 കമ്പം അല്ലടാ, കാശാ എനിക്ക് വലുത്. ഇവറ്റകള് ചത്താലും ജീവിച്ചാലും കാശാ. ഈ കാശൊക്കെ എവിടെ കൊണ്ടുപോയി വെച്ചേക്കണാവോ? കാശൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യം സൂക്ഷിക്കേണ്ടത് നിന്നെയാണല്ലേ. അതപ്പണ്ടായി എടാ, നഷ്ടമില്ലാത്ത ബിസിനസ് ചെയ്യാ, അതാ എന്റെ ഒരു പോളിസി. ആനയാവുമ്പോ ഈ തൃശ്ശൂർക്കാർക്ക് ഒരു വീക്ക്നെസ് ആണല്ലോ. അതെ, വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയിട്ടാ. തൊണ്ട വരണ്ടിട്ട് വയ്യ. അതിനിപ്പോ എന്താ? ഇത്തിരി വെള്ളം കിട്ടിയെങ്കിൽ കുടിക്കായിരുന്നു. എടാ ബിജുവേ, നമ്മുടെ വീട്ടിലെ കിണറിന് 100 കൊല്ലത്തെ പഴക്കണ്ട്. അതെനിക്കറിയാലോ. ഇറങ്ങും മുമ്പ് ആ കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളം കുപ്പിയിലാക്കി വെച്ചിരുന്നേ ഈ ദാഹം ഉണ്ടാവുമായിരുന്നോ? കിണറെടുത്തോണ്ടരാൻ പറയാൻ ഭാഗ്യം. നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോടാ? ഇല്ല മുതലാളി. ഓളായിട്ടാന്ന് വിളിയടാ. നീ ആ വണ്ടി കടയുടെ അടുത്തോട്ട് നിർത്തിയേ. ചേച്ചി ഒരു നാരങ്ങ സോഡ. നീ എന്തുട്ടാ പറഞ്ഞേ? അല്ല, ഒരു നാരങ്ങ സോഡ. നാരങ്ങ സോഡയാ? വെള്ളം വാങ്ങി കുടിച്ചിട്ട് വണ്ടി കയറാ. വെള്ളം മതി മതി, വണ്ടി കയറ്. പച്ചവെള്ളം മതി ചേച്ചി. എന്റെ മുതലാളിയാ. ആനയല്ലേ, അതിന്റെ കച്ചവടം ഇനിയും വരും. അതെ, ആനയല്ല പ്രശ്നം സാജ. ഏത് കളിയിലും 2ാം സ്ഥാനത്തേക്ക് ഒതുക്കപ്പെടുന്നവന്റെ മാനസികാവസ്ഥ അത് തനിക്ക് പറഞ്ഞ മനസ്സിലാവത്തില്ല. നിന്റെയൊക്കെ ചോര തിളയ്ക്കുന്നതിലല്ല, ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നതിലാ കാര്യം. അതാ പോളിന്റെ വിജയവും. ഓ, ഇങ്ങനെയാണെങ്കിൽ 100 ഏക്കറിന്റെ കാര്യം പോക്കാം. അതിന്റെ ബിസിനസ് സാധ്യത ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അതുകൂടെ പോയാൽ നമ്മൾ 3 മക്കളുടെ കാര്യം വഴിയാധാരവും. എടാ മക്കളെ, അതിപ്പോ പോളിന്റെ കൈവശമുള്ള ഭൂമി ആയതുകൊണ്ടേ നമ്മൾ വളരെ നയത്തിലേ നിൽക്കാവൂ. പിടികിട്ടിയ ഏതൊരാൾക്കും അമിതമായിട്ട് ആത്മവിശ്വാസം വരുന്ന ഒരു കാലം ഉണ്ടാവും അവനവന്റെ ജീവിതത്തില്. അതുവരെ കാക്കണം. അച്ഛൻ ഇങ്ങനെ തത്വങ്ങളൊക്കെ പറഞ്ഞോണ്ടിരുന്നാ മതി. തത്വം അല്ലടാ, എന്റെ പരാജയങ്ങൾ എന്നെ പഠിപ്പിച്ച പാഠങ്ങളാ. എന്തായാലും ഞാൻ പോളിനോടൊന്ന് സംസാരിക്കാം. അതെ, എല്ലാവർക്കും അത്താഴം എടുത്തു വെച്ചിട്ടുണ്ട്. നീ വെക്കോ, ഞങ്ങൾ തീർത്തിട്ട് വരാം കേട്ടോ. എന്നാ കോപ്പ റോസമോ, ആരാ ഈ ഔട്ട് ഹൗസിലെ ലൈറ്റൊക്കെ ആവശ്യമില്ലാതെ കത്തിച്ചിട്ടേക്കണേ? നിന്നെ 10 മാസം ചോന്ന പ്രസവിച്ച നിന്റെ അമ്മച്ചിയാടാ. നിനക്കിപ്പോ എന്താ വേണ്ടേ? അമ്മ കഞ്ഞി കുടിക്കായിരുന്നോ? എന്റെ അമ്മയെ KCB-ക്കാർ കറണ്ട് ബില്ല് എഴുതാൻ വരുമ്പോഴേ എന്നെ 10 മാസം ചുമന്ന് പറ്റ ത്രേസ്യാമിയാണ് ലൈറ്റ് ഇട്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലട്ടോ. നീ പെട്ടെന്ന് ലൈറ്റൊക്കെ ഓഫാക്കേ. നീ ചെറുപ്പത്തിൽ എത്ര നല്ലവനായിരുന്നടാ പോളെ. അതിനിപ്പോ എന്തുണ്ടായേ? എന്തുട്ടാ ഉണ്ടായെന്ന്. ഒരു കണ്ണട വാങ്ങി തരാൻ പറഞ്ഞിട്ടേ കൊല്ലം 1 എന്റെ അമ്മയെ നമ്മൾ 2 സ്കൂളിൽ പോയിട്ടില്ല, എഴുത്തു മാനിട്ട് അറിയൂല, പിന്നെ എന്തുട്ടുണ്ടാ കണ്ണടാ? കാര്യം കാറും ലോറിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നിന്റെ ഒടുക്കത്തെ പിശുക്ക് കാരണം കെട്ടികളും കിടാങ്ങളും ഒക്കെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. അതെ അമ്മാമേ, ഞങ്ങളൊക്കെ അന്യസംസ്ഥാന തൊഴിലാളികളാ. അവരൊക്കെ നിങ്ങളെക്കാളും ഭേദാ. ഇവിടെ എന്തെടുത്താലും റേഷൻ കണക്കല്ലേ. ഒരു നല്ല മീൻ കൂട്ടിയിട്ട് നാളെ എത്രയായി? വേണ്ട, നീ എന്നെ പിടിക്കൊന്നും വേണ്ട. ഞാനേ ഉള്ളു മോനായിട്ടോ. റോസമ്മ, എന്തോ അമ്മച്ചി വരുന്നു. ഒരു മോൻ നാട്ടുകാരുടെ മുഖത്തിപ്പോ നോക്കാൻ പറ്റണ്ടായി. അതുകൊണ്ടാ ഞാൻ കണ്ണട വാങ്ങിച്ചു തരാത്തെ. അത് വെച്ചാലല്ലേ എല്ലാം കാണും. ഒരൊറ്റ വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ. വാ അമ്മച്ചി. മോള് കുറച്ച് ചോറ് വിളമ്പ്.
കഞ്ഞിയായാലും മതി. അല്ല പപ്പയും മമ്മിയും ഒരേ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കണണ്ടാ? അതും ചെലവ് ചുരുക്കണ ഭാഗമായിട്ടാ? അല്ല നിന്റെ അമ്മ കഞ്ഞിയിലെങ്ങാനും വിഷം ചേർത്ത് അവളെയും കൂടെ കൊണ്ടുപോകാലോ എന്ന് വിചാരിച്ചിട്ടാ. നീ വിളമ്പ്. സാറേ എന്തി? ചേച്ചി റൂമിലിരുന്ന് പഠിക്കുവാ. ആ ഇനി മോളും ചേച്ചിയുടെ മുറി ഇരുന്ന് പഠിച്ചാ മതി. ഒരു ബൾബിന്റെ കറണ്ട് ലാഭിക്കാമല്ലോ. അപ്പാ താടി. ചേച്ചി കഴിക്കാൻ വായോ? ഒരു സെക്കൻഡ്. ഇന്നത്തെ ദിവസം പോയി. മനുഷ്യൻ നേരം വിളിക്കുമ്പോ കണി കാണാനായിട്ട് കുറ്റിച്ചൂരായിട്ട് നടക്കുക. നിനക്ക് അപ്പുറത്തോടെ പോയി അടിച്ചൂടെ? അല്ല, മനുഷ്യന്റെ ഇന്നത്തെ ദിവസം പോയി. തള്ളയുടെ ഒരു അഹങ്കാരം. കർത്താവേ യേശുവേ, ഇവിടെ ആരും നീറ്റിട്ടില്ലേ? പുറത്തെങ്ങാരും കാണാനില്ലല്ലോ. അല്ല, ജന്തുക്കളും കയറി കൂടിയകത്ത്. പിന്നെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങാണല്ലേ. ഇതിലിപ്പോ ഏതാ എന്റെ കെട്ടിയവൻ? എങ്ങനെ അറിയ? അയ്യോ, അങ്ങനെ ഇപ്പൊ കിടന്നുറങ്ങണ്ട. എന്താപ്പൊ ഒരു വഴി? കാണിച്ചു തരാ. അങ്ങനെ ഇപ്പൊ ഉറങ്ങണ്ട. എന്നെ എന്തിനാ വെറുതെ തല്ലിയത്? അതാ നോക്ക്, അവളാ എന്റെ ഭാര്യ. ഇപ്പൊ നാളെ കൊല്ലാറിയിരിക്കാം. സോറിടാ, ഞാൻ എന്റെ ഭർത്താവാന്ന് വിചാരിച്ചതാ. നോക്കിക്കോ. ഇതേ മനുഷ്യ, പോളേട്ടം വരുമ്പോഴേക്ക് എണീറ്റില്ലെങ്കിൽ അയാൾ കെട്ടത്തി പൊറപ്പിക്കില്ല. അതിന് അയാൾക്ക് ഉറക്കമൊന്നും ഇല്ലേ മറിയേ? അതിനും വിശക്കത്തരതാന്നോ? കളിയാക്കണ്ട, പോളട്ട് ചില്ലറക്കാരനല്ലാട്ടാ. 82, 83, 88, 89, 90, 93. 93? ചായയുടെ കാശ് ഞാൻ എടുത്തിട്ടേ. ഇത് എണ്ണം കൃത്യമായിട്ടുണ്ടല്ലോ അല്ലേ? പിന്നെ ഇങ്ങനെ ഒരു സാധനം. അപ്പോ നിങ്ങൾ തമ്മിൽ ചില്ലറ പണപടപാടൊക്കെ ഉണ്ടല്ലേ? എടാ ശ്വാസകോശമേ, ആ പിശുക്കനാളുടെ മക്കൾക്ക് ബസ് കൂലി കൊടുക്കാൻ വേണ്ടി ആ ചില്ലറ ആവശ്യപ്പെട്ടത്. ഇവിടെ നിന്നൊരു ഗ്ലാസ് പച്ചവെള്ളം പോലും അയാൾ കുടിച്ചിട്ടില്ല. എന്റെ ഈ ചായക്കട ചരിത്രത്തിലെ ആദ്യമായിട്ട് അയാൾ ഒരു ചായ കുടിക്കുന്നത്. ഇന്ന് ഇടിവെട്ടി മഴ പെയ്യും. അല്ല, ഈ കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഇപ്പൊ ചില്ലറാണോ കൊണ്ടുപോകുന്നത്? ഒരു കോളേജ്, ആ കോളേജ് ഒരു കലാലയല്ല, കലാപശാലയാ. അതിനിപ്പോ എന്താ കുഴപ്പം? കുറെ തലതെറിച്ച പിള്ളേരും മാഷുമാരും എപ്പോ നോക്കിയാലും അടിയും കുടിയും.
എന്തൊക്കെ ഇവിടെ നടക്കണേ? നീയൊക്കെ പഠിക്കാൻ തന്നെയാണോ വരുന്നത്? ഹാർലി, ഞാൻ നിന്നോട് 100 വട്ടം പറഞ്ഞിട്ടുള്ളത് ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുന്നു. സാർ കാര്യം അറിയാതെ സംസാരിക്കുന്നു. ആദ്യം ഇവനാ ഈ തടിയനെ കൂട്ടി പ്രശ്നം ഉണ്ടാക്കിയത്. സാറേ, അതിന് ക്യാൻറ്റീനിൽ വെച്ച് പബ്ലിക്കായിട്ട് എന്റെ മുഖത്ത് ചായ വെച്ചതുകൊണ്ടാ. സാറേ, ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. സാർ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനിപ്പോ അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ ഇവന്മാർ തമ്മിൽ തല്ലി ചാവല്ലേ ഉള്ളൂ. ആരാ സമാധാനം പറയാ? സാറ് തന്നെ. കാര്യങ്ങൾ ഇത്രയുമായ സ്ഥിതിക്ക് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്നതാണ് എന്റെ പോളിസി. യു ഗൈസ് ആർ സസ്പെൻഡഡ് ഫോർ 2 weeks, ഇൻക്ലൂഡിംഗ് യു പീപ്പിൾ. All of you get out. അവ എന്നാ തടിയെന്ന് വിളിച്ചോ? പിറ്റേന്ന് പോരാന്നാണ് തോന്നുന്നു. താനോട് നിന്ന് പോവാൻ പറഞ്ഞത് അവന്മാരോടാ. തനിക്കിപ്പോ എത്ര വയസ്സായി? 38. ആണല്ലോ. ഞാനൊന്നും അറിയണില്ലെന്നാ തന്റെ വിചാരം? താനിവിടെ വരുന്നത് പിള്ളേരെ പഠിപ്പിക്കാനാണോ അതോ പഴിപ്പിക്കാനാണോ? സാറേ, എന്തായാലും പഠിപ്പിക്കാനല്ല, പഠിപ്പിക്കാൻ തന്നെ. ആണല്ലോ. അത് ഓർമ്മ വെച്ച തനിക്ക് നല്ലത്. ഇനി ഇമാതിരി കോപ്രായങ്ങളുമായിട്ട് അവന്മാരോ താനോ എന്റെ മുമ്പിൽ വന്നാൽ തനിക്കായിരിക്കും ഞാൻ തരുന്നത് സസ്പെൻഷൻ. മോളെ, എന്തെങ്കിലും കഴിച്ചിട്ട് പോ മോളെ. വേണ്ട മമ്മി, ഇവിടെ കഴിച്ചോണ്ടിരുന്നാലേ ബസ്സിന്റെ പാട്ടിനങ്ങ് പോവും. പിന്നെ എന്റെ പപ്പ തരുന്ന കാശ് മമ്മിക്കറിയാലോ. മമ്മിയെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല ഞാൻ. വലിയ വീടും ഇക്കണ്ട സൗകര്യം ഒക്കെ ഉണ്ടായിരുന്നിട്ട് ഇങ്ങനെ ജീവിക്കേണ്ടി വന്ന എന്റെ അവസ്ഥ ഓർത്ത് പറഞ്ഞു പോയതാ. എന്റെ ചേച്ചി, ഈ പരാതി കേൾക്കണ നമ്മുടെ മമ്മിയുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കിയേ. എത്ര കൊല്ലായി അനുഭവിക്കണു. ഈ വില കുറഞ്ഞ സാരിയും 1 ഗ്രാമിന്റെ തങ്കമൊക്കെ നമ്മളെ പോലത്തെ ആൾക്കാർക്കായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ ചേച്ചി, നമ്മളൊക്കെ ആകാശത്തിലെ പറവകളാ. പിച്ചപ്പോളിന്റെ കുടുക്കപാത്രം എന്നാ ഈ ചില്ലറ പൈസയൊക്കെ കൊടുക്കുമ്പോ ബസ്സുകാരെന്നെ കളിയാക്കുന്നത്. മതി. എന്തൊക്കെയായാലും നിനക്കൊക്കെ ഇത്രയും സൗകര്യങ്ങൾ കിട്ടിയില്ലേ? ഇതിന്റെ പകുതി പോലും സൗകര്യം ഇല്ലാത്ത പിള്ളേര് റാങ്ക് മേടിക്കുമ്പോ എന്റെ 2 മക്കളും തോറ്റേച്ച് വന്നു പ്രസംഗിക്കുവാ. പോ മമ്മി. പൊടിയാ. എന്റെ ചേച്ചിയെ, നിങ്ങളുടെ മെൻസ് ഹോസ്റ്റൽ കോഴിക്കോടാണെന്നാണ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയണേ. എന്റെ സാറേ, ഈ ലോകത്ത് ഇത്രയും അലവലാതുള്ള സ്ഥലം ഈ ദുനിയാത്ത് മഷിയിട്ട് കൂടിയ നോക്കിയാൽ കാണില്ല. എന്തോരം കാഴ്ചകളാ. സത്യം. ചേട്ടാ, സമയം എത്രയായി? എന്താടാ സമയം? 7:30. എന്താടാ? ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്നോട് ചോദ്യം ചോദിക്കാൻ നീ ആരടാ? അതല്ല ചേട്ടാ, ഈ വാച്ച് നോക്കാതെ ഇങ്ങനെ കൃത്യമായി എങ്ങനെ സമയം പറയണേ? ഓ, അതാണോ കാര്യം? നീ ആ നിൽക്കുന്ന സാധനത്തിനെ കണ്ടോ? ആ പൊങ്ങുകയും താവുകയും ചെയ്യുന്ന സാധനം ആ സ്റ്റെപ്പിന്റെ അവിടെ എത്തുമ്പോ സമയം 7:30. അവിടെ നിന്ന് ആ ഗേറ്റിന്റെ അവിടെ എത്തുമ്പോ സമയം 8:30. മനസ്സിലായോ? അത്ര മനുഷ്യരാണോ ചേട്ടൻ? നോക്കടി, ആ അലോലാതി ഇന്നും പൂച്ച പോലെ നിപ്പുണ്ട്. അവന്റെ ഒടുക്കത്തെ ഒരു എക്സർസൈസ് കണ്ടടി. എനിക്കിത്തിരി സൗന്ദര്യം കൂടിപ്പോയാലും ഞാൻ എന്ത് ചെയ്യാനാ? അവന്റെ ഒരു കാട്ടായം കണ്ടില്ലേ? ഒറ്റ ഏറ് വെച്ചു കൊടുക്കാൻ തോന്നും. ചേട്ടൻ സേഫാണ്, കുഴപ്പമൊന്നുമില്ല. മക്കള് പേടിക്കണ്ട, നമ്മള് കല്ലി എവിടുന്നുണ്ടാടാ ഈ കുരുപ്പ്? എനിക്കെന്നെ വെച്ചിട്ടുണ്ട്. രാവിലെ നല്ല വയറുവേദനയാണ്. ആരാണ് ബോഡി ഇവിടെ കൊണ്ടുവച്ചത്? സീനിയർ തോളിക്കായിട്ടിരിക്കുന്ന നീ ആയോടാ? പോടാ പോടാ. ജൂനിയർ സീന വന്നേക്ക്.
കപാലി വരുന്നുണ്ട്, കപാലി. ഗുഡ് മോർണിംഗ് സർ. സാറേ ഗുഡ് മോർണിംഗ്. താൻ ആരണ്ടോ? അമേരിക്കൻ പ്രസിഡന്റ്. അകമ്പടി സേവക്കാരും അതും പോരാത്തതിന് കണ്ണാലി വണ്ടി പോലത്തെ ഒരു കാറും. സാർ ഇതൊക്കെ നമ്മളെ ഹോസ്റ്റലിലെ പിള്ളേരാ. ഹോസ്റ്റലിലെ പിള്ളേരാണ്. ഹോസ്റ്റലിലെ പിള്ളേര് ദൈവന്മാര് കാരണമാണ് നാട്ടുകാരെ എന്റെ തന്തയ്ക്ക് വിളിക്കണത്. സാർ ഞാൻ നോക്കിക്കോളാം. എന്ത് എന്റെ തന്തയ്ക്ക് വിളിക്കണതാ? അതല്ല, ഇനി ഇവന്മാരെ ഒന്നും ചെയ്യാൻ ഞാൻ നോക്കിക്കോളാന്ന്. അന്ന് ഞാൻ പറഞ്ഞതാ ഈ കൂമന ടെട്ടിന്റെ പണി കൊടുക്കാൻ. ന്യൂ ജനറേഷൻ അത്ര തലയില്ലാത്ത കുറെ തെങ്ങും തൈക്കള്. 27, 27, 27, 28, 28. നീ ആ തേങ്ങളെ തെങ്ങോക്കി കയറി സന്തോഷേ. കാലം കുറയില്ല ഇവിടെ വരാൻ തുടങ്ങിട്ട്. ഇവന്റെ ഒക്കെ ഒരു കാര്യം വെറുതെ കണക്കിരിക്കാൻ വേണ്ടി വന്നിരിക്ക. 29, 30. നോക്കിട്ട്. എടാ ബിജുവേ, നീ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടോ? ഐ ഞാൻ 4ാം ക്ലാസ് വരെ പോയിട്ടില്ലോ. ഐ ആ കണക്കും തെറ്റിച്ചു. ഇതിന്റെ ഇടയിൽ ഒന്ന് പറഞ്ഞ് ചോദിക്കല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അയ്യോ 27, 27. ഉറപ്പാണോ? അതിന് അയാളാണോ അത് തെറ്റിക്കാൻ വന്ന എന്തൊരു ചെയ്യാ? അവന്റെ ഒരു തെറ്റിക്കല്. ഞാൻ ഏറ്റു. 27 എണ്ണിക്കോ? ഞാൻ ത്രയിലോട്ടെ. 28, 28, 29. എങ്ങനെയുണ്ട് കുഞ്ഞച്ചാ പണിയൊക്കെ? നല്ല പണി. ആ ഗഗരിയച്ഛൻ ഇന്നലെ വിളിച്ചിരുന്നു, നിങ്ങളെ അന്വേഷിച്ചു. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാ മനസ്സിലായത് അച്ഛൻ നല്ല ആളാണ് അല്ലേ? എന്തുട്ടാ അത്? അല്ലത് പേട്ട് തേങ്ങയാണ്. പേടാണെങ്കിലും തെങ്ങിന്ന് വീണല്ലേ, അതും കൊണ്ട് എടുത്താ. അവനും പേടാ. കണ്ടാ എന്താ ഇതാണാ പേട്? അല്ലേ? ഇത് കൂട്ടാനും നമ്മുടെ വീട്ടിൽ ആളുണ്ട്. നീ ആ കത്തിയും എടുത്തേ. നീ ഇത് കണ്ട? അത് മൂത്തട്ടില്ലല്ലോ. അത് നമ്മുടെ അടുക്കളയിരുന്ന് മൂത്തോളും. ബെട്രാ ബെട്രാ. അതങ്ങോട്ട് കൊണ്ടുവെക്ക്. മൂത്തില്ല അത്ര. പണി കിടക്കട്ടെ, പണി കിടക്കട്ടെ, പണി കിടക്കട്ടെ. ആ സാജൻ വിളിച്ചിരുന്നു. കാര്യങ്ങളൊക്കെ വെടിപ്പായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇര ഇനി കെണിയിൽ വീണ മാത്രം മതി. സംഗതി ക്ലീശായ, പക്ഷെ പോളിനത് മതി. നാളെ സൂര്യാസ്തമയത്തിന് മുൻപ് അറക്കപ്പറമ്പിൽ പോള് വെറും ചരിത്രം മാത്രം. ആരാടാ അവിടെ സീറ്റ് വലിക്കുന്നേ? ആരൊക്കെയാണ് എവിടെയെന്ന് അറിയാനും പറ്റുന്നില്ലല്ലേ. വരണം ഇന്ദ്രചൂടൻ. തീർത്തു മഹാഭാവികള് നേരത്തിനും കാലത്തിനും ഒക്കെ കേറി വരണ്ടേ? ഒരു തുള്ളി പോലും ഇല്ലേടാ. സാറ് കോളേജിലെ ഒരു സ്റ്റാർ ആട്ടോ. പിള്ളേർക്കൊക്കെ സാറിനെ പറ്റി ഒടുക്കത്തെ അഭിപ്രായം. സാറൊക്കെ അങ്ങ് കോളേജില്. എന്നാലും നീയൊക്കെ ഈ ചതി ചെയ്തല്ലോ. നിങ്ങളില്ലാതെ നമുക്ക് എന്തിനാ ആഘോഷം? സാറില്ലാതെ ഞങ്ങൾ ഈ വെള്ളം കളി തുടങ്ങുമോ സാറേ?
ഇവൻ കൊറേ നേരം ആയല്ലോ കേട്ടുന്നു. ഇവനൊന്നും ആയില്ല. എടാ നീ അടിക്കുന്നില്ലേ? അടിക്കുന്നുണ്ട്. ഇപ്പോ ഞങ്ങൾ കണ്ടില്ലല്ലോ. അയ്യേ ഇതിന്റെ ബോഡി എവിടെടാ? അത് ഞങ്ങൾ കടലിൽ താഴ്ത്തി. തുണിയില്ലാത്ത സാധനം. അവിടെ ഇരിക്കണേ. അതില്ലേ വേണ്ട, നമ്മൾ തുടങ്ങുന്നു മാരത്തോൺ. എന്റെ രാജു സാറേ, നിങ്ങളൊരു മുതലാണ് കേട്ടാ, മുതലാണ്. എന്തുവാടാ ഇത്? രാത്രി നിനക്ക് കഴിച്ചു വെച്ചൂടെ? കർണന്റെ കവചകുണ്ടലം പോലെ ഇത് എന്റെ കുണ്ടലം. അതിൽ അവന്റെ കുണ്ടലം. ഞാൻ പോവാട്ടോ. നാളെ രാവിലെ സാറായിട്ട് കാണാം. ഓ, രാവിലെ സാറായിട്ട് ഗുഡ് നൈറ്റ്. സാറേ വിത്തി കിടക്കണ്ട, ഡോർ വഴിപ്പോ. മുണ്ടുപോയേ. ഞാനോഫായേ. നേരമെടുത്തിട്ട് നീന്തി കുളിച്ചിട്ട് നിലക്കൊലുസിട്ട് വന്നോരെണ്ണ നടക്കാരി. നേരമെടുത്തിട്ട് നീന്തി കുളിച്ചിട്ട് നിലക്കൊലുസിട്ട് വന്നോരെണ്ണ നടക്കാരി. മന്ദാരപ്പൂവായി നീ എൻ കരളിൽ പഞ്ചാര തേനിട്ടിച്ചു അഴകെ. മൂവന്തി ചോപ്പുള്ള നിൻ കവിളിൽ 300 മുത്തം കൊണ്ടൊരു കഥ എഴുതും ഞാൻ. നേരമെടുത്തിട്ട് നീന്തി കുളിച്ചിട്ട് നിലക്കൊലുസിട്ട് വന്നോരെണ്ണ നടക്കാരി. മൂവാണ്ടന്മാവിൻ ചാരത്തിനുച്ചക്ക് മുന്നാഴി കണ്ണീരിതാര് പെയ്തു. കാര്യമറിഞ്ഞപ്പോ കേക്കണ് പിന്നെയും കല്യാണിക്കുട്ടി ചതിച്ചു പൊന്നെ. കല്യാണിക്കുട്ടി ചതിച്ചു പൊന്നെ. കല്യാണിക്കുട്ടി കല്യാണി പെണ്ണിന്റെ കണ്ണേറ് കൊണ്ടിട്ട് കരളെത്ര ഈ മണ്ണിൽ പിടഞ്ഞു പോയി. കല്യാണി പെണ്ണിന്റെ കണ്ണേറ് കൊണ്ടിട്ട് കരളെത്ര ഈ മണ്ണിൽ പിടഞ്ഞു പോയി. ഇല്ലത്തെ പയ്യനെ കൊല്ലത്തെ പയ്യനെ 5-6 വട്ടം ചതിച്ചതല്ലേ അവൾ. 5-6 വട്ടം ചതിച്ചതല്ലേ. നേരമെടുത്തിട്ട് നീന്തി കുളിച്ചിട്ട് നിലക്കൊലുസിട്ട് വന്നോരെണ്ണ നടക്കാരി. നേരമെടുത്തിട്ട് നീന്തി കുളിച്ചിട്ട് നിലക്കൊലുസിട്ട് വന്നോരെണ്ണ നടക്കാരി. മന്ദാരപ്പൂവായി നീ എൻ കരളിൽ പഞ്ചാര തേനിട്ടിച്ചു അഴകെ. മൂവന്തി ചോപ്പുള്ള നിൻ കവിളിൽ 300 മുത്തം കൊണ്ടൊരു കഥ എഴുതും ഞാൻ. കഷ്ടം.
നാണക്കേടായി. എടാ മക്കളെ, ആ സാറിന് ഒരു തോർത്തെങ്കിലും ഉടുത്ത് കിടന്നൂടെ? നാണോ മാനോ ഇല്ലാത്ത മനുഷ്യൻ. നാണക്കേടായി. അയ്യോ ദേ വരണോ നാണോ ഇല്ലാണ്ട്. അയ്യേ ഛെ. അയ്യേ വൃത്തികെട്ട മനുഷ്യൻ. പറ്റിപ്പോയടാ. ഉടുതുണിയൊക്കെ നിന്റെ മുറിയിലായി പോയി. ഇന്നലത്തെ കാര്യം ഓർമ്മയില്ല. ഇനിയിപ്പോ ചിന്നമ്മ കണ്ടോടാ. എന്തായിരുന്നു പറ്റിയുടെ പ്രശ്നം? ഓ അതൊന്നുമില്ലടാ. നമ്മുടെ രാജീവ് സാറിനെ ലൈവാ ഫുള്ള് ചിന്നമ്മ ചേച്ചി കണ്ടു. എന്താടാ നീ എന്റെ ഫോണിൽ ഇട്ട് ചേർന്നത്? നീ വിചാരിക്കുന്ന ഒരു സംഭവം ഇല്ല. അതല്ലടാ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടായിരുന്നു. എന്ത് സ്വപ്നം? കല്യാണി എന്ന് പറഞ്ഞ പെണ്ണിന്റെ ഒരു ഡാൻസ് കളിക്കുകയും ഞാൻ നിന്റെ മൊബൈലിൽ ഒരു സെൽഫി ഒക്കെ എടുത്തായിരുന്നു. കല്യാണിയാ? ഡാൻസാ? നമ്മളാ? ഡാൻസ് നിങ്ങളെ കണക്കാനായിരുന്നു. പിന്നെ ആ ഹാർലി റോണിച്ചനൊക്കെ ഉണ്ടായിരുന്നു. വേറെ കുറെ പിള്ളേരും ഉണ്ടായിരുന്നു. എന്തിനാടാ നീ അവന്മാരെയൊക്കെ സ്വപ്നം കാണാൻ? സ്വപ്നത്തിൽ എന്തോന്ന് ശത്രുതയുടെ. അതല്ലടാ, ഒരു മുട്ടത്തലേനും ഉണ്ടായിരുന്നു. അതായത് ആരൊന്നും എനിക്കറിഞ്ഞില്ല. അന്നല്ലാണ്ട് കോപ്പറ കളിച്ചിട്ടങ്ങ് പോയി. എടാ ഇന്ന് അവധിയാ. നിനക്ക് അവളെ കാണാൻ നീ പോയി കാണും. എടാ എനിക്ക് അതല്ല, എനിക്ക് ATM ഒന്ന് ചൊരണ്ടാൻ പോണം. നീ ഇവിടെ ഇട്ട് ചൊരണ്ട് ചെറുക്കൻ്റെ അങ്ങോട്ട് നീക്കണ. രാവിലെ തന്നെ വായുബിരിയാണി കഴിച്ചിട്ടാ. വീട്ടിലൊന്നും ഇല്ലാണ്ടല്ലോ. കണക്കൊക്കെ ശരിയാണ്. സ്കൂളിലും പോയിട്ടില്ലേ, ബാക്കിയുള്ളവർ വിശ്വാസമില്ലേ. നിന്ന് വാജ് പഠിക്കാതെ വണ്ടി കയറാ. ഉടനെ തരും ഇപ്പൊ. ഹലോ സാജ, റെഡിയല്ലേ? അതെ. അയാൾ ATM നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു കാരണവശാലും അയാൾ രക്ഷപ്പെടാൻ പാടില്ല. അപകട മരണമെന്നേ ആർക്കും തോന്നാവൂ. കാര്യങ്ങളെല്ലാം നിനക്കറിയാലോ. കഴിഞ്ഞിട്ട് വിളിക്കേ. ശരി. അവനെവിടെ? അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. ഡോക്ടറിനെ ഞാനിപ്പോ വിളിക്കാം. എന്നാലും എന്റെ വിജയ്, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ആരാ പറഞ്ഞ എനിക്കൊന്നും പറ്റിയില്ലെന്ന്? ചാവാൻ പോണ നേരത്ത് പോളേട്ടനും കൂടി ഒന്നും എനിക്ക് നോക്കാൻ പറ്റിയില്ല. ഡോക്ടർ പറഞ്ഞത് നിനക്ക് പേടിച്ചിട്ടാ ബോധം കിട്ടതെന്ന് അല്ലേ? അച്ഛൻ വന്നു. ആൾക്കിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നും വെച്ചോ, ബോധം തെളിഞ്ഞിട്ടുണ്ട്. റോസമ്മേ, കർത്താവ് ദോഷമായിട്ടൊന്നും ചെയ്യില്ല. പോളിന്റെ മനം മാറുവാൻ വേണ്ടി ദൈവം നൽകിയ ഒരു പരീക്ഷണമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
എന്താ സംഭവിച്ചേ ബിജു? ഒന്നും പറയണ്ടോ, ഞങ്ങള് വെറുതെ അങ്ങനെ പോകുമ്പോ ഒരു ലോറി കൊണ്ട് ഇടിച്ചു കയറിയതാ. നീ ഓവർ സ്പീഡ് ആയിരുന്നോടാ? എന്തുട്ടോ ഓവർ സ്പീഡ്? അല്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെ സംഭവിക്കുന്നത്? അതെ, ഓവർ സ്പീഡ്. മുതലാളിക്ക് മൈലേജ് കൂടുതൽ കിട്ടാൻ വേണ്ടിട്ട് 40 കൂടുതൽ ഇതുവരെ ഞാൻ പോയിട്ടില്ല വണ്ടിയായിട്ട്. അംബാസഡറിനല്ലോ ഒരു ജാതി സാധനമാണ്. ജീവൻ തിരിച്ചിട്ടിയത് ഭാഗ്യം. ഡോക്ടർ ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഈസ് ഓക്കെ. ആ ചെറുപ്പക്കാരൻ കൃത്യസമയത്ത് ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് ബ്ലഡൊന്നും കാര്യമായിട്ട് പോയിട്ടില്ല. എന്നാലും 2 ദിവസം കൂടെ കിടക്കട്ടെ. ഓക്കെ, ശരി. ഓക്കെ ഫാദർ. ചെറുപ്പക്കാരായാൽ ഇങ്ങനെ വേണം. ആ കുഞ്ഞെ ജീവന്റെ വില മനസ്സിലാക്കിയിരിക്കും. ആ ബിജു, നീ വീട്ടിലേക്ക് എത്രയും വേഗം ഒന്ന് വിളിക്കും. അമ്മച്ചിയും മോളും വിഷമിച്ചിരിക്കായിരിക്കും. ഗണേശേട്ടാ, ദൈവത്തെ ഓർത്ത് ഇന്നെങ്കിലും ഒന്ന് കുടിക്കാതെ വരണേ. ഓ തുടങ്ങി. വന്ന് നിന്റെ ഒടുക്കത്തെ ഉപദേശം കേൾക്കാത്ത ഒറ്റ ദിവസം പോലും ഇല്ലല്ലോ. എനിക്ക് ഈ ജീവിതം മടുത്തു. നിങ്ങളും നിങ്ങളുടെ അപ്പനും കൂടെ ചെയ്തു കൂട്ടുന്ന പാപത്തിന്റെ ഫല നമുക്കൊരു കുഞ്ഞു പോലും ഇല്ലാത്തത്. ചെല്ല്, അച്ഛൻ വിളിക്കുന്നുണ്ട്. അച്ഛൻ എന്തിനാ വിളിച്ചേ? നീയൊക്കെ ഞാൻ അറിയാതെ പോളിനെ കൊല്ലാൻ ശ്രമിച്ചു അല്ലടാ. ഇനി എന്തൊക്കെ പൂലാണ് അതിന്റെ പേരിൽ ഉണ്ടാകാൻ പോകുന്നത്? അല്ല, ലക്ഷ്മണൻ സാർ ലാസ്റ്റ് വാണിംഗ് തന്നപ്പോ എന്താന്ന് വാണിങ്? എടാ, ലാഭം ഉണ്ടാകുന്ന എല്ലാ കച്ചവടത്തിനും അതിന്റേതായിട്ടുള്ള കാലതാമസം ഉണ്ടാകുന്ന MLA ക്ക് അറിയാം. എടാ മണകുണകഞ്ചന്മാരെ, അയാള് ചത്താൽ ആ എസ്റ്റേറ്റും സ്വത്തുക്കളൊക്കെ ഭാര്യയുടെയും പിള്ളേരുടെയും പേരിലാവും. അപ്പൊ നീ അവരെയും കൊല്ലുവോ? എടാ, നീചനെ കൊല്ലാം. പക്ഷെ ശത്രുവിനെ കൊല്ലല്ല വേണ്ടത്, പരാജയം സമ്മതിപ്പിക്കുക വേണ്ടത്. എന്നാ പിടിച്ചോ. ചാട്ടത്തിനും കുലുങ്ങുന്നുണ്ടാ സാറേ. അടിച്ചു വിളിക്കണടാ. അടിച്ചു ഞാൻ നിർത്തി. പേടി നിനക്കടാ തടിയാ. നിന്നെ തോൽപ്പിച്ചാലടാ ഞാൻ. നിക്കടാ നീ. അടിക്കടാ. എന്ത് പറ്റിയിടാമല്ലേ? നീ എന്താ കളിക്കിറങ്ങാത്തെ? ഒന്നുമില്ല പേടി. ഉവ്വ് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. സത്യത്തില് അവളെ കാണാതിരുന്നപ്പോഴാണ് ഞാൻ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് മനസ്സിലായത്. നീയാണ് അവളെ അപ്പനെ ആശുപത്രി കൊണ്ടാക്കിയെന്നുള്ളത് സാറിക്കറിയാവോ? ഇല്ല സാറേ, ആ സന്ദർഭത്തില് എനിക്കത് അവളോട് പറയാൻ സാധിച്ചു. ഒരു വിധത്തിൽ നന്നായി. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞറിയുമ്പോ നിനക്കൊരു വെയിറ്റാ. എന്ത് വെയിറ്റ്? അവൾ എന്നെ വിളിക്കാഞ്ഞിട്ട് എന്റെ ചങ്കിലാണ് വെയിറ്റ്. നീ പോയി കളി. അയ്യോ സാറേ, തോറ്റു. നമുക്ക് പോവാം. ആ വലിയ കാര്യമായി പോയി. അല്ലെങ്കിൽ നീ ജനിച്ചിട്ട് ഇന്നേ അവര് ജയിച്ചിട്ടുണ്ടോ? ഇവിടെ ഒരു കാര്യമില്ല. അതിനെതില് ഓപ്പി അടിക്കാൻ പറ്റില്ലല്ലോ. ഭവാന്റെ സൈലന്റ് മോഡ് മാറിയായിരുന്നോ? വാ സാറേ, നമുക്ക് പോവാ. പോയി കളി. ഞാനല്ലടാ, നിങ്ങള് അതെന്ത്? നിനക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനാണെങ്കിൽ നീ റൂമിൽ പോയി ഒറ്റയ്ക്ക് ഇരുന്നാൽ മതി. ഇവിടെ നീ ഒറ്റയ്ക്ക് ഞാനും റെഡി. നീ ഒറ്റയ്ക്ക് ഇരുന്ന് ആഘോഷിച്ചാൽ മതിയേ. നിങ്ങളില്ലാതെ എനിക്കെന്താ ആഘോഷം? ഓഹോ, അപ്പൊ ഇന്ന് കലാപരിപാടികളൊക്കെ ഉണ്ടല്ലേ? ഞാൻ കുളിച്ചിട്ട് പങ്കു വരാം. സാറേ, സാറ് വരെ നമുക്ക് വളരെ സന്തോഷം. സാറ് തിരിച്ചു പോകുമ്പോ പാന്റ് ഇട്ടോണ്ട് പോയി കിടന്നുറങ്ങാം. നമ്മുടെ കുക്കിനെ നമുക്ക് ജീവനോടെ വേണേ. സത്യത്തില് മുതലാളി ഇല്ലാണ്ടായപ്പോഴാണ് അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാവണേട്ടാ. സത്യം, എന്തൊരു സമാധാനം ഉണ്ടെന്നറിയോ? അല്ല, ഒറ്റപ്പാടൊന്നും ഇല്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപകടത്തിൽ ഒടുവും ചതവും ഇല്ലാത്തത് കൊണ്ട് നാളെ തന്നെ വരുമല്ലോ എന്നോർക്കുമ്പോഴാ. അമ്മച്ചിക്ക് എങ്ങനുണ്ട്? ഓ, മോന് കാര്യമായിട്ടൊന്നും പറ്റില്ല അറിഞ്ഞോണ്ടേ തള്ളയിരുന്ന ടി വി കണ്ടോണ്ടിരിക്കുക. മിക്കവാറും മുതലാളി നാളെ തന്നെ എത്തും. അതോടുകൂടി കാര്യങ്ങളൊക്കെ പഴമരിയാവും. ആടെ വിടക്ക് സ്വഭാവമൊക്കെ കുറച്ചൊക്കെ മാറിക്കാണും. ആരുടെ പോളേട്ടന്റെ? നമ്മള് കാലത്രയായി കാണാൻ തുടങ്ങിട്ടെന്നറിയാം എന്റെ കുഞ്ഞച്ചോ. നീ എങ്ങനെ ഇവിടെ എത്തിയത്? ഒരു ട്രെയിൻ ഇങ്ങനെ പാഞ്ഞു വരണ്. അപ്പൊ നമുക്കൊരു ആഗ്രഹം, ഒരു സെൽഫി എടുത്താലോന്ന്. ഞാൻ ഫോൺ എടുത്ത് നമ്മളെ ട്രാക്കിലേക്ക് കയറി നിക്കലൊരു ട്രെയിൻ വന്നിട്ട് അറ്റാളക്കണം. ആ അവസ്ഥയായിരുന്നു. സെൽഫിയാ? മനസ്സിലായില്ല അല്ലേ? ഇല്ല, എനിക്ക് ഒട്ടും മനസ്സിലായില്ല. ഇല്ല അല്ലേ? ഇല്ല. അതൊരു കഥയാണ്.
ഇതിലും വലിയ ഡോറ് തുറന്നുണ്ട് ഈ ബിജുട്ടാ. അതെ, കുടിച്ചോ കുടിച്ചോ. അപ്പൊ കള്ളനല്ലേ? അന്ന് മുതൽ ഇവിടുത്തെ അംബാസഡർ കാറ് എന്റെ ജയിലിൽ നിന്ന്. അത് കലക്കി. അതെ, ഈഗൻ ഇവിടുത്തെ സ്ഥിരാളാ. ഇതില് ഇവന്റെ പടം വരുന്നവരെ കാണൂ. നമ്മുടെ പോളേട്ടിന് ഒടുക്കത്തെ ആശാട്ടോ. അല്ലെങ്കിൽ ടിപ്പർ അടിച്ചിട്ട് ആളെ രക്ഷപ്പെടുവോ? കൈക്ക് ചെറിയൊരു പണി കിട്ടിയെന്നാ തോന്നുന്നു. ഒടിവൊന്നുമില്ല. പക്ഷെ ആശുപത്രി ബില്ല് വന്നു കഴിഞ്ഞാൽ അറ്റാക്ക് വരാണ്ടിരുന്നാൽ മതി. ആ കാര്യത്തിൽ നീ പേടിക്കണ്ട. പുള്ളി അത് ഉഷാറായിട്ട് കാറ് വീട്ടിലേക്ക് വന്ന് ഞാൻ കണ്ടല്ലേ. കയ്യിലൊരു ചെറിയ കെട്ടം തോന്നുന്നു. മുറിച്ചാ മുറി കൂടുന്ന ഐറ്റാ പോളേട്ടൻ. അടുങ്ങടി പെണ്ണെ, ഇന്നെന്താ പതിവില്ലാതെ നേരത്തെ? 5-6 ദിവസമല്ലേ സ്കൂളിൽ പോയിട്ട്. കൊറേ നോട്ട്സ് എഴുതാനുണ്ട്. പിന്നെ ലിൻസി നേരത്തെ വരാന്നും പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് ചുറ്റിക്കളിയൊന്നും അല്ലല്ലോ. എന്തുകൂട്ടി ചുറ്റിക്കളി? നമ്മളും വാട്സാപ്പിലെ മെസ്സേജ് ഒക്കെ കാണാറുണ്ട്. എടിയേ, നിങ്ങളെ എപ്പം വിളിക്കുന്നുണ്ട് കേട്ടോ. ആയ്, നമ്മുടെ മമ്മി സംസാരിച്ചിട്ടാ ഇന്നത്തെ കോട്ട കൈന്. ഈ പോളേട്ടിന് കാശിലും നമ്മുടെ അമ്മച്ചിക്ക് വാക്കിലും അപിശുക്ക്. ഒന്നുകൂട്ടി എന്നേ. ആ വന്നല്ലോ. നിങ്ങളുടെ കുറെ ക്ലാസ് പോയല്ലേ? ഇന്നോട്ട് പോവല്ലേ? ആ ബസ് കൂലിക്ക് പൈസ വേണ്ടേ? ആ ഇതിപ്പോ 1 രൂപ ഏതാ 2 രൂപ ഏതാന്ന് തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയായി. ചേച്ചിയെ, നമ്മുടെ പപ്പയ്ക്ക് പിച്ചക്കാരായിട്ട് എന്തോ ടൈപ്പ് ഉണ്ടെന്ന ബലമായ സംശയം. മക്കൾ വല്ലതും പറഞ്ഞായിരുന്നോ? അയ്യോ, എന്റെ സാറാ, നീ ഈ വെളുപ്പാങ്കാലത്ത് എന്നെ വിളിച്ചു വരുത്തിയ നിന്റെ ഈ കരച്ചിൽ കാണിക്കാനാണ്. നിനക്ക് അറിയില്ല അമൽ എന്റെ മാനസികാവസ്ഥ. എനിക്ക് ആ വീട്ടിൽ കയറി ചെല്ലുമ്പോ തന്നെ ഭ്രാന്ത് ഒഴിക്കും. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാ. അതൊക്കെ വലിയ പ്രശ്നമാണ് സാറാ. നീ അല്പം കൂടി ഒന്ന് ക്ഷമിക്ക്. എനിക്കിനി വയ്യടാ. നിനക്കറിയില്ല എന്റെ അപ്പന്റെ സ്വഭാവം. കുറച്ചു നാളെങ്കിലും എനിക്ക് നിന്റെ ഒപ്പം നിക്കണം. നീ വിഷമിക്കണ്ട, ഞാൻ എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തിക്കോളാം. നീ ആദ്യം ആ കണ്ണും തുടക്കി സാറാ. അമൽ, സത്യമായിട്ട് നീയാണ് എനിക്ക് ആശ്വാസം. എനിക്ക് മനസ്സിലാവാത്തത്, ഇത്രയും വലിയ വീടും ബിസിനസ്സുകളും ഒക്കെ ഉള്ള നിന്റെ അപ്പനെ എങ്ങനെ ഇത്ര വലിയ പിശുക്കനാവാൻ സാധിക്കും? അതാ എന്റെ അപ്പൻ. നഷ്ടം വരാത്ത ഏത് ബിസിനസ്സും ചെയ്യും. വീട്ടിലുള്ള ഞങ്ങളുടെ അവസ്ഥ സമ്പത്തൊക്കെ കാണാനുള്ള യോഗേ ഉള്ളൂ. ഈ ഫോൺ വരെ നീ വാങ്ങി തന്നതല്ലേ. നീ വാ. ആ ഇബിനും പൂജയും പുറത്തുനിന്ന് കത്തി വെക്കുന്നുണ്ട്, നമുക്ക് പോയി നോക്കാം.
മുംബൈന്ന് സരോജ് ഭായ് വിളിക്കുമ്പോ മറുപടി പറയേണ്ടത് ഞാനാ. നടപ്പാവാത്ത കാര്യമാണെങ്കിൽ വിട്ടുകള ഗണേശ. സാറേ, ഞങ്ങൾ ആദ്യമായിട്ടല്ല ഒരു ഡീലിങ്ങിന് ഇറങ്ങുന്നത്. സാറിന് ആ 100 ഏക്കർ വെറും കച്ചവടമായിരിക്കും. പക്ഷെ ഞങ്ങൾക്കതൊരു ടേണിംഗ് പോയിന്റാ. ഡോ ഗണേശ, അറയ്ക്കപ്പറമ്പ് പോളിനെ വെറുതെ അങ്ങനെ വില കുറച്ച് കാണരുത്. കാര്യമയാൾ ഭിക്ഷക്കാർക്ക് പോലും കാൽപ്പണം കൊടുക്കാത്ത ലുബ്ധനായിരിക്കും. പക്ഷെ പബ്ലിസിറ്റിയും പിടിപാടും അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും വളർച്ചയുടെ പടവ് തന്നെ. MLA സാറേ, ഞങ്ങളുടെ അച്ഛൻ പോളിന്റെ പിന്നിൽ എന്നും രണ്ടാമനാ എന്ന് വെച്ച് അച്ഛൻ അളന്ന അതേ കൂലി കണ്ട് ഞങ്ങളെ മക്കൾ അളക്കരുത്. ഡോ നടേശ, താൻ നല്ലൊരു കളിക്കാരനാ, പക്ഷെ നല്ലൊരു കോച്ചല്ല. സാറേ, നടേശൻ ഒരുപാട് കളി കണ്ടിട്ടുള്ളവനാ. പക്ഷെ ഭാഗ്യം എപ്പോഴും ആ പോളിന്റെ കൂടെയാ. ഒരിക്കലെങ്കിലും അവനെ തോപ്പിച്ചിട്ട് വേണം എനിക്ക് മേലോട്ട് പോകാൻ. ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് താൻ അങ്ങ് ചെയ്യേ. എനിക്കിന്ന് പുഴ സംരക്ഷണ സമിതിയുടെ മീറ്റിംഗ് ഉണ്ട് ഗസ്റ്റ് ഹൗസിൽ. ഞാൻ അറിയട്ടെ? നിനക്ക് ഞാൻ വെച്ചിട്ടോ. പിന്നെ ആ പോളിനെ വണ്ടിയിടിച്ച കേസിന്റെ അന്വേഷണം ഒതുക്കി തീർത്ത് ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാ. അതിന്റെ ചിക്കിളങ്ങോട്ട് എത്തിച്ചേക്കണം. വണ്ടി ഇറങ്ങൂ. അച്ഛാ, എടാ നിനക്കെന്ത് ഭ്രാന്താവളം അങ്ങനെ പറഞ്ഞു വെച്ച് അങ്ങനെ സീനാവേ? എടാ സീനാലും ആ സീനി ഞങ്ങളുണ്ടാവും. അവക്ക് ആഗ്രഹവും എനിക്ക് ധൈര്യമുണ്ട്. മച്ചു, നീ എന്റെ ചങ്കലാണ്. അച്ഛൻ ഇടി മേടിച്ച് കിട്ടുന്ന കാര്യം ചങ്കാന്ന് പറഞ്ഞ് എനിക്ക് എന്ത് ഇടി തന്നെ മേടിച്ചു. ഈ കാര്യത്തിൽ എനിക്ക് നല്ല പേടി കിട്ടും. ഒന്ന് പോടാ. എന്താടാ എന്താ നീ സൈഡാക്കുന്നത്? മച്ചാനെ, കാര്യങ്ങളുടെ ഗൗരവം എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, പക്ഷെ അവളാകെ ഡിസ്റ്റർബ്ഡാണ്. സ്റ്റഡി ടൂറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച വീട്ടിൽ നിന്ന് മാറി. എടാ അങ്ങ് 4 ദിവസമൊക്കെ മാറി നിൽക്കാം. പക്ഷെ അവളുടെ അപ്പൻ ടൂറിന് കാശിരുന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ ഞങ്ങൾ സോൾവ് ചെയ്തോളാം. നീ ഒരു സ്ഥലം നേപ്പാടാക്കി തന്നാൽ മതി. നിനക്കിവിടെ ലോക്കൽ കമ്പനികളൊക്കെ ഉണ്ടല്ലോ. എടാ ഒരുത്തിനുണ്ട്, അവനിച്ചിരി പ്രായം കുറവാ, ആളൊരു ബുജ്ജി ടൈപ്പാ. അവനെ പിടിച്ച കാര്യം നടക്കും. ആണല്ലേ? നിനക്ക് ഞാൻ വിളിച്ചു നോക്കാം. വേണ്ടടാ, നമുക്ക് പോകുന്ന വഴിക്ക് വിളിക്കാം. അത് മതിയാ? കമോണ്ടറാ മേശേ. എന്നാ കമോണ്ടറാ. കാണാനില്ലല്ലോ അണ്ണേ. கொஞ்சம் வேலையா இருந்துச்சுப்பா, அதான் உலக்கணுக்கு வந்துட்டோம்ல. ஆமா, கோவில் பக்கத்துல தான். அதுக்கு கொஞ்சம் அங்கிட்டு தள்ளி ஒரு கம்ப்ரஸர் வரும். எப்படி இருக்கு பரவாயில்ல. ഇല്ലടാ അളിയാ മൂലധനം വായിച്ചു കിട്ടേണ്ടിട്ടാ. കാര്യം പറയാണ്ട് നീ ഇവിടെ ചേട്ടാ ഒരു ജ്യൂസ് കൊടുക്കാൻ. എന്താ സംഭവം? സഖാവേ, കാര്യം പറയാൻ എന്റെ സുഹൃത്തൊരു ബാലകൃഷ്ണൻ, അവന്റെ അയൽവക്കാരി മൈമൂനുമായിട്ട് മുടിഞ്ഞ പ്രേമായിരുന്നു. ഈ അടുത്ത നാട്ടുകാരും വീട്ടുകാരൊക്കെ അറിഞ്ഞ ആകെ പ്രശ്നമായി. അവതെ അവളെ വിളിച്ചോണ്ട് എന്റെ അടുത്തോട്ടാ വന്നിരിക്കുന്നത്. നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പൈസയുടെ കാര്യമില്ലടാ, അവർക്ക് ഒളിച്ചു താമസിക്കാൻ ഒരു ഹെഡാണ് വേണ്ടത്. ഒരാഴ്ച കഴിയുമ്പോഴേക്കും പ്രശ്നങ്ങളൊക്കെ തീരും. നീ ഒന്ന് ആലോചിക്കും. എടാ നീയാവും ഈ പ്രണയ നമ്പരൊക്കെ. ഒളിച്ചു താമസിക്കാൻ ഒരു സ്ഥലം എന്നൊക്കെ പറയുമ്പോ വീട്ടിൽ കൊണ്ടുപോയാ പിന്നെ എനിക്ക് പെണ്ണ് കിട്ടൂല. എടാ നീ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യടാ. ഒരു സ്ഥലമുണ്ട്. അത് മതി, അത് മതി. അല്ലാതെ എവിടെയാ? ഇവിടെ കുറച്ചെടുത്താ ഒരു 100 ഏക്കറിന്റെ ഒരു വീടാ. രണ്ടാരോട് തൂങ്ങിച്ചേർന്ന് പറഞ്ഞ ഇപ്പൊ ഇവിടെ ആരും തിരിഞ്ഞു നോക്കാറില്ല. നമ്മള് കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് ഈ പ്രയത്നത്തിലൊന്നും വിശ്വസിക്കാൻ പാടില്ല. പകലൊരു ദിവസം പോയിട്ടുണ്ട്. മതി, ധാരാളം. ഇപ്പൊ നിന്റെ കച്ചവടം നടക്കട്ടെ. ഞാൻ നിന്നെ ഫോണിൽ വിളിച്ചോ. നമ്മൾ അവരെ സഹായിക്കുമ്പോ പാർട്ടിക്ക് 2 വോട്ട് കിട്ടാൻ. ബാക്കി നാട്ടുകാരോട്ടൊക്കെ നീ എന്നൊന്ന് സഹായിക്കും സഖാവേ, നിന്നെ കൊണ്ട് പറ്റും. റെഡി കൊള്ളാം. ഇതൊരു പോരാട്ടമാണ്. ജാതി മതമില്ലാത്ത നല്ലൊരു നാളേക്ക് വേണ്ടിയുള്ള പോരാട്ടം. എത്ര ദിവസം ഇതൊന്നും നന്നാക്കി തരാനാ. ഞാൻ പറഞ്ഞ സാക്കൾ നാളേക്ക് എത്തും. ചാവി വെക്കാൻ മറക്കണ്ട. അതൊക്കെ ഓക്കെ, പക്ഷെ എന്റെ കോട്ടയുടെ കാര്യം പറയായിരിക്കും. അല്ല, നീ എങ്ങനെ ഈ രാത്രി ഇവിടെ ഒറ്റയ്ക്ക്? നമുക്ക് തന്നെ ഭയങ്കര ധൈര്യം. സത്യം പറയാലോ,
കണ്ണടച്ച് ഒരൊറ്റ ഓട്ടോടി നാട്ടുകാരടുത്തൊന്നും പറയരുത് എവിടെ വില കണ്ടുപിടിച്ചറിയാലോ. ശരി ലാൽസല സഖാവേ. അയ്യോ എന്റെ ബന്ധരികളെ നല്ല ചെകുവേര. നീ പേടിക്കണ്ടോ. ഞങ്ങള് പോയിട്ട് തൽക്കാലം രാജീവ് സാർ ഇതൊന്നും അറിയണ്ട. ഏയ് ഇല്ലടാ അറിയില്ല. സൂക്ഷിക്കണേട്ടാ. എടാ അവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഉടനെ നീ എന്നെ വിളിക്കണം. അവിടെ ചിലപ്പോൾ റേഞ്ച് ഉണ്ടായിരിക്കില്ല, എന്നാൽ നീ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചോണ്ടിരിക്കണം. റേഞ്ച് ഒക്കെ എവിടെങ്കിലും ഒക്കെ കാണൂടാ. നീ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നെ വിളി. ശരിയെന്നാ. ശരിടാ, ഞാൻ വിളിച്ചോളാം. ഇവനെ ഒന്ന് സൂക്ഷിച്ചോളണേ. അവല്ല ഞാൻ പൊന്നു പോലെ സൂക്ഷിച്ചോളാം. അതല്ല ഇവന്റെ പെരുമാറ്റം. ഓക്കേടാ, എന്നാ വിട്ടോ നീ. ബൈ. പെണ്ണേ എൻ കുറുമ്പുകാരി അഴകേറും സുന്ദരിയേ വാ കണ്ണേ. പെണ്ണേ എൻ കുറുമ്പുകാരി അഴകേറും സുന്ദരിയേ വാ കണ്ണേ. വെൺമേഘ പൂഞ്ചിറകിൽ പൊൻതിങ്കൾ കല കാണാൻ ഈരാവിൽ പെണ്ണെ പോകാ. കാറ്റു വീശുന്ന നേരങ്ങളിൽ നീർക്കിളികളാകാം നീലസാഗര തീരങ്ങളിൽ മുത്തുച്ചിപ്പികൾ പെരുക്കാം. ഭൂമിയിലെ വെൺപ്രാവേ പെണ്ണേ എൻ കുറുമ്പുകാരി അഴകേറും സുന്ദരിയേ വാ കണ്ണേ. ഓ കണ്ണേ വെൺമേഘ പൂഞ്ചിറകിൽ പൊൻതിങ്കൾ കല കാണാൻ ഈരാവിൽ പെണ്ണേ പോകാം. പൊന്നാമലേ എൻ ജീവനേ നീ എൻ പൊന്മാനഴക്. ഒരേ സ്വരം ഒരേ ലയം നീ എന്നും എൻ ഗാനപ്പൂന്തേൻ മഴ. സ്നേഹിതേ നീ എന്നൊരിക്കൽ ചേർന്നു നിൽക്കൂ എന്നാളും. കൂട്ടുകാരി ഒരു നാളും എന്നെ പിരിയരുതേ. നീ എൻ കൺമണിയേ, നീ എൻ ഭൂമിയിലേ, നീ ഇല്ലേൽ ജന്മം മൂകമാകും പെണ്ണാളേ. പെണ്ണേ എൻ കുറുമ്പുകാരി അഴകേറും സുന്ദരിയേ വാ കണ്ണേ. ഓ കണ്ണേ വെൺമേഘ പൂഞ്ചിറകിൽ പൊൻതിങ്കൾ കല കാണാൻ
ഹലോ ഞാൻ അങ്ങോട്ട് വരാം. എന്താ മോളേട്ടാ എന്തു പറ്റി? വണ്ടി തിരിക്കണം. നീ എന്താടാ കാട്ടണേ? നല്ലോണം മാറലെങ്ങോട്ട് അടിച്ചെടുക്കൂ. എന്താടാ കഥകളി? എന്താടാ അത്? നിന്നോടല്ലേ പറഞ്ഞ നന്നായിട്ട് അടിക്കാൻ. ആ നിനക്കെന്താ അവിടെ കാര്യം? ഇറങ്ങി പോടാ, ഇറങ്ങി പോവാൻ. സാറ എവിടേക്കാ പോയെ? അവള് കോളേജിൽ ടൂറ്. ആരാവക്ക് ടൂർ പോകാൻ പൈസ കൊടുത്തേ? ഈശോ, നീ എന്തുട്ടാ കാട്ടണേ? ഒരെണ്ണം വേണ്ടി പോരുത്. എന്നെ തോൽപ്പിക്കാൻ ഇവിടെ പൈസ കൊടുത്തേ. നിനക്ക് വല്ലതും അറിയാവോ? നിന്റെ മോളും കോളേജിൽ ഒരു പയ്യനും മാത്രമാ ടൂർ പോയത്. എന്താ മോളെ ഞാൻ ഈ കേക്കണേ? എനിക്കറിയില്ല അമ്മച്ചി. 3-4 ദിവസം സ്റ്റഡി ടൂർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാ അവള് പോയത്. നിനക്ക് എന്തുട്ടാ അറിയാവുന്നേ? ഞാൻ അറിയണ്ട നീ പൈസ കൊടുത്ത് വിട്ടേക്കണേ. വിളിച്ചു നോക്ക് മോളെ കിട്ടുമോന്ന്. ഹലോ. പോളെ, ആ 100 ഏക്കറിന്റെ കാര്യത്തെ കുറിച്ച് സംസാരിക്കാനാ. താന്റെ ഒരു 100 ഏക്കർ ഇവിടെ എന്റെ മോളെ കാണാതെ എന്റെ ടെൻഷനില്ല ഞാൻ. ആര് സാറേ? ആ, അവള് കോളേജ് കഴിഞ്ഞ് വന്നിട്ടില്ല. ഇന്നലെ പോയതാ. താൻ എന്തുട്ട് തന്നേടൂ? എന്നിട്ട് ഇപ്പഴാ അന്വേഷിക്കുന്നേ? സ്റ്റഡി ടൂറോ മറ്റോന്ന് പറഞ്ഞാ പോയത്. ഓഹോ, ആ താൻ പേടിക്കാതിരിക്കെ. ഞാനും എന്റെ പിള്ളേരും തപ്പാം. കണ്ടുപിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് തന്നിരിക്കും. പോരെ? ആ ശരി. മക്കളെ, നമ്മള് രക്ഷപ്പെട്ടടാ. എന്താച്ചാ? പോള് വിളിച്ചിരുന്നു. അയാളെ 100 ഏക്കറിന്റെ കാര്യം സമ്മതിച്ചോ? അതല്ലടാ, അയാളുടെ മൂത്ത കൊച്ചിനെ കാണാനില്ലെന്ന്. നമുക്ക് അവളെ കണ്ടുപിടിക്കണം. അയാളുടെ മോളെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് കാര്യം വെച്ചാ? എടാ പൊട്ടന്മാരെ, നിങ്ങളോട് ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുള്ളതല്ലേ, ഏത് ബുദ്ധിമാനും മടി തെറ്റുന്ന ഒരു അവസരം വരുമെന്ന്. ഞാൻ വന്നിരിക്കുന്നു. എവിടെ? നിങ്ങൾക്കൊരു അനിയനുണ്ടായിരുന്നല്ലോ. എവിടെ? ഹാർലി. എന്താ ഇറങ്ങി വേടാ. ഓ, ഹാർലി എത്ര നല്ല പേരായിരുന്നു. ഒരു ബൈക്ക് വന്നു, അത് അവന്റെ പേരുമാക്കി. എന്താ ആ സാറെ കാണുന്നില്ല? നമുക്ക് അവളെ കണ്ടുപിടിക്കണം. അതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ടാവും. മോനെ, അവളെവിടെ ആയിരിക്കും? നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? അവള് വേറെ ഏതോ ഒരുത്തനുമായി അടുപ്പത്തില്ല. അമലെന്ന അവന്റെ പേര്. ഏതോ ഒരു NRI-കാരന്റെ മോനാ. അതിന്റെ അഹങ്കാരവും അവൻ ഇത്തിരി ഉണ്ട്. അവരിപ്പോ എവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയണം. അതിനെന്താ വഴി? അവന്റെ ഫ്രണ്ട്സിനെ പൊക്കിയാ മതി. ഗണേശ, നിന്റെ ചങ്ങാതിമാരോടൊന്ന് പറ അവന്മാരെ തപ്പാൻ. വണ്ടി എടുക്കാൻ. നീ ഒന്നും അറിയാണ്ടവനെ എനിക്കറിയാം. ഹാർലി, 2 അടി കൊണ്ടാ ഞങ്ങൾ സ്ഥലം പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അവൻ ഞങ്ങൾക്ക് സ്ഥലം പറഞ്ഞു വരുന്നത് എനിക്ക് തോന്നുന്നുണ്ടാ. നിന്റെ ചേട്ടന്മാരോട് നിർത്താൻ പറ്റില്ല. നീയൊന്നും പറഞ്ഞില്ലെങ്കിൽ പറയിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. അമലും സാറേബി എവിടെയാണെന്ന് അറിയില്ലെന്ന് ഇവര് പറഞ്ഞില്ലേ? സാറിൽ ഇടപെടണ്ട. അതെ, സാറൊക്കെ അങ്ങ് കോളേജിലും. ഇവിടെ ഉമാരെന്റെ പിള്ളേരാ. ഈ കാണുന്നതേ വായനശാലയല്ല, മെൻസ് ഹോസ്റ്റലാ. ഇനി ഒരടിയുമാരെ മേലെ വീണാം കാക്ക കൂടുതലുമാരളവും. ഹാർലി, നീ നിന്റെ ചേട്ടമ്മനെ വിളിച്ചോണ്ട് പോകാൻ നോക്കണേ. അവരെവിടെ പോയി വിളിച്ചാലും ഞങ്ങൾ നിമിഷ നേരം കൊണ്ട് പൊക്കിയിരിക്കും. നീ പറ്റുമെങ്കിൽ പൊക്കടാ. ചേട്ടാ, എനിക്കൊരു സ്ഥലത്തെ കുറിച്ച് ഡൗട്ട് ഉണ്ട്. എവിടെ? കുറച്ചു ദിവസം മുമ്പ് അവന്മാരൊരു സ്ഥലത്തെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. ചിലപ്പോ അവന്മാർ അവിടെ കാണും. സാജാ,
പെണ്ണ് ഇത് എവിടെ പോയി? സാറാ, സാറാ, സാറാ. സാറാ, സാറാ, എവിടെ പോയി കിടക്കുന്നു? സാറാ, സാറാ, സാറാ. സാറാ, ഇന്നോ അച്ഛാ, പോളിന്റെ മകളെ കിട്ടിയിട്ടുണ്ട്. അയാളോട് വിളിച്ച് പറഞ്ഞേക്ക് മോളെ നമ്മളെ ഭദ്രമായിട്ട് വീട്ടിലെത്തിക്കാം. പക്ഷെ 100 ഏക്കറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. കുടുംബത്തിന്റെ പേരുകളെ ഞാൻ കൊന്നുകളയും. ഞാൻ അവൻ എന്റെയാ. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ സത്യമായിട്ട് ഞാൻ ജീവിച്ചിരിക്കില്ല. എന്തിനാ മമ്മി നമുക്ക് ഇങ്ങനെ ഒരു ജീവിതം? സ്നേഹം എന്താണെന്ന് അറിയാൻ അപമാനിക്കപ്പെട്ട് നമ്മൾ ഈ കാണിക്കുന്ന പാവക്കൊത്തല്ല ജീവിതം. ഇതിലും പേര് മരിക്കുന്നതാ. മോളെ, ഇത്രയും കാലം നിങ്ങളുടെ എച്ചിലും തിന്ന് ഒരു കുടിച്ചുപെട്ടിയെ പോലെ പുറകെ നടന്നവളാ ഞാൻ. ഇനി അത് പറ്റില്ല. എനിക്ക് എന്റെ മോളെ വേണം. എന്നെ എതിർത്ത് പറയാൻ നിനക്ക് ധൈര്യം വന്നു അല്ലേ? ഇവൾ എന്ത് തെറ്റാ ചെയ്തത്? ഒരാൾ സ്നേഹിച്ചതാണ് ഇവൾ ഇത് കുറ്റം. സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടാതെ വന്നപ്പോഴാ അവൾ അവരെ കണ്ടെത്തിയത്. അതെ, അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിനൊരു ഹൃദയം വേണം. അത് നിങ്ങൾക്കില്ല. അത്രയ്ക്ക് സ്വാർത്ഥനാ നിങ്ങൾ. എന്തിനു പപ്പ ഞങ്ങളെ വളർത്തിയേ? പണ്ടേ കൊന്നു കളയായിരുന്നില്ലേ? ആ പണത്തിന് പപ്പയ്ക്ക് ലാഭാവുമായിരുന്നു. വേണ്ടപ്പാ, ഇവരൊക്കെ പപ്പ ഉള്ളുകൊണ്ട് വെറുതപ്പോ ഞാൻ പപ്പയെ സ്നേഹിക്കുമ്പോൾ അഭിനയിക്കുമായിരുന്നു. അത്രയ്ക്ക് വെറുത്തു പോയി പപ്പേനെ. നീ എന്റെ മകനാണെന്ന് പറയാൻ എനിക്ക് അപമാനോടാ. സ്വന്തം കെട്ടിയോളും കുട്ടിയോളും പറഞ്ഞിട്ട് പോയത് കേട്ടില്ലയോടാ? എവിടെയെങ്കിലും പോയി ചാവടാ. എന്റെ കൺമുമ്പിൽ കണ്ടുപോരുന്ന നിന്നെ എരിഞ്ഞി പോടാ. ഒന്നും മിണ്ടാതെ, ഒന്നും മിണ്ടാതെ, ഒന്നും മിണ്ടാതെ ഞാനിറങ്ങി. മൗനം മറയാക്കി ദുഃഖം നിഴലായി മൂകമാം വഴിയിൽ ഞാനേകനായി വിരഹനോവിൽ ജന്മം വീണ്ടും വിതുമ്പി. ഒന്നും മിണ്ടാതെ, ഒന്നും മിണ്ടാതെ.
സ്വന്തവും ബന്ധവും മരീചികയായി വാക്കുകൾ നോക്കുകൾ മുറിവുകളായി എന്തിനീ യാത്രയെന്നോർത്തു നിന്നോ കണ്ണീർ മാത്രമായി കാലം മുന്നിൽ ഞാനോ തനിയേ തനിയേ തനിയേ. എന്റെ മോന്റെ ദേഹത്ത് കൈവച്ചവൻ അവൻ ആരായാലും എനിക്ക് വേണം. ഒരു ചെറിയ ഈർക്കില് കൊണ്ട് പോലും ഞാനോ വിളോ ഇന്നേ വരെ അവനെ നോവിപ്പിച്ചിട്ടില്ല. അങ്ങനെയുള്ള എന്റെ മോനെയാ. ഈ പിള്ളേർ ആ സമയത്ത് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അയാൾ വരും, വന്നിരിക്കും എന്റെ കൺമുന്നിലേക്ക്. ഇയാളാ പോള്. പേഷ്യന്റിന് ബോധം വന്നിട്ടുണ്ട്. സാറേ കാണണമെന്ന് പറയുന്നു. ഓ എങ്ങനെയുണ്ട് പോളേട്ടന്റെ വീട്ടില്? സുഖാണോ? പരമസുഖം. എന്തിനാച്ചോ ഈ ദുഷ്ടന്റെ വീട്ടിലേക്ക് ഞങ്ങളെ പറഞ്ഞയച്ചത്? ഇതിലും ഭേദം ജയിലിലോട്ട് അയച്ചാ മതിയായിരുന്നു. മതിയായിരുന്നു. ത്രേസ്യാമ്മയെ വിളിക്കുക. വരുന്നുണ്ടച്ചോ. പോളെവിടെ? അങ്ങനെ ഒരു മോൻ എനിക്കില്ലച്ചോ. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. പിന്നെ അമലും ഗംഗാധരനും എനിക്ക് വേണ്ടപ്പെട്ടവരാ. ആ പയ്യനിപ്പോ എങ്ങനെയുണ്ടച്ചോ? എന്റെ മോള് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. അവനിപ്പോ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനൊരു സാത്താൻ എന്റെ വയറ്റിൽ തന്നെ വന്ന് പറഞ്ഞല്ലോ. അച്ഛൻ അവനെ ഒന്ന് ഉപദേശിച്ചൂടെ? ഞാൻ പോളിന് ഉപദേശിക്കാനോ? നിങ്ങൾക്ക് പോളിനെ കുറിച്ച് എന്തറിയാം? ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇപ്പൊ തന്നെ എന്റെ കൂടെ വരിക. നമുക്ക് ഒരു സ്ഥലം വരെ പോണം. വരൂ. ആ പോളേട്ടൻ വന്നോ? അവരൊക്കെ കഞ്ഞി കുടിക്കുന്നുണ്ട്. സുഖമായിരിക്കുന്നു. അതെ, സൂക്ഷിച്ചു. എന്തടാ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ലമ്മേ. ഒന്നുമില്ലെന്ന് നീ എന്നോട് പറയരുത്. നിന്റെ ചെറിയ അനക്കങ്ങൾ പോലും
എനിക്ക് മനസ്സിലാവും. ഞാനല്ലേ ഈ വീട്ടിൽ ആദ്യം എത്തിയത്. എന്താടാ മോനെ, വീണ്ടും വീട്ടിൽ പ്രശ്നമായോ? എന്തിനാ നീ എന്നോട് മറച്ചു വെക്കണത്? ഞാൻ അമ്മയോട് എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? അമ്മേ, 18 വർഷങ്ങൾക്ക് മുമ്പ് ഗഹരി അച്ഛനോടൊപ്പം ഇവിടേക്ക് വന്ന ഒരാളെ ഞാൻ ഇന്ന് വീണ്ടും കണ്ടു. നമ്മളെയൊക്കെ കൈമാറിയ ഈ വീട്ടിലെ ആദ്യത്തെ പൊന്നോമനെയാണ്. അവനാണ് നമ്മുടെ സാറ് ഇഷ്ടപ്പെടുന്ന അമൽ. ചിലപ്പോ ഇതൊക്കെ ദൈവനിയോഗാവും. നീ എല്ലാവരുമായിട്ട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം. അമ്മ എന്താ കഞ്ഞി കുടിക്കാത്തെ? വയ്യാതെയായി. ഒരു വറ്റ് പോലും ഇറങ്ങുന്നില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെ? അമ്മ കുറച്ചുകൂടി കഞ്ഞി കുടിക്കും, ഞാൻ കുരുത്തരാം. ആ ആ ആ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഒരു രാജകുമാരിയുടെ കഥയാണ്. ഹായ്. നല്ല ഭംഗിയുള്ള, നല്ല അഴകുള്ള ഒരു സുന്ദരിയായ രാജകുമാരി. മനസ്സിലായോ? രാജകുമാരി അങ്ങനെ ഒരു ചിത്രശലഭത്തെ പോലെ കാട്ടിലൂടെ പാറി പറന്നിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു രാജകുമാരൻ പോളേട്ടൻ പോളേട്ടാ, പോളേട്ടൻ എന്താ മിനിഞ്ഞാന്ന് വരാഞ്ഞേ? കേറി വാ. മണിക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. പോളേട്ടൻ കുറേ ദൂരെയായിരുന്നു. എന്താ പോളേട്ടന്റെ മുഖത്തൊരു വിഷമം? ഒന്നുമില്ല ചേച്ചമ്മേ. പോളിന്റെ വിഷമം എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ പോളിനൊരു സങ്കടം ഉണ്ടായ ഇവിടെ എല്ലാവർക്കും അത് സങ്കടാവും അറിയില്ലേ? പോളേട്ടാ, ദാ അവര്. ആരാവോ? ഇതാണ് പോള്. നിങ്ങൾ കാണാതെ പോയ പോളിന്റെ യഥാർത്ഥ മുഖം. മോനെ, എന്താ ത്രേസ്യാമ്മേ, എന്നെ ഓർമ്മയുണ്ടോ? ചേച്ചി, വീണ്ടും ഒരു കൂടിക്കാഴ്ച തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ത്രേസ്യാമ്മേ, പണം സമ്പാദിച്ച് വലിയവനാവാൻ ഏതു മനുഷ്യനും പറ്റും. പക്ഷെ നന്മ കൊണ്ടുയരാൻ നല്ല ഹൃദയമുള്ളവനെ കഴിയൂ. അവനിലേ ദൈവമുള്ളൂ. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലായില്ല. എന്റെ പൊന്നു മോനെ, നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചപ്പോഴും നീ എന്തായിരുന്നു എന്നോട് പറയാതിരുന്നത്? അമ്മേ, ഞാൻ അമ്മയുടെ പഴയ പോള് തന്നെ. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? കിഴക്കുമലയിൽ നിന്നൊന്നും ഒന്നുമില്ലാതെ നമ്മൾ ഇവിടെ വന്നറിഞ്ഞ ദിവസങ്ങൾ. അന്ന് എനിക്ക് വേണ്ടി എന്റെ അമ്മ സഹിച്ച വിശപ്പ് അതിപ്പോഴും എന്റെ നെഞ്ചിലുണ്ട്. ഈ ലോകത്തിനെ ശകാരിക്കാനും തല്ലാനും അവകാശമുള്ളത് എന്റെ അമ്മയ്ക്ക് മാത്രമാണ്. ത്രേസ്യാമ്മേ, വരൂ, നമുക്ക് കുറച്ചൊരകത്തിരിക്കാം. വാ.
റോസമ്മോ, നീ പറഞ്ഞ ശരിയാ. ഞാനൊരു ഹൃദയമില്ലാത്തവനാ, സ്വാർത്ഥനാ. പോള് പിശുക്കനുവാ. പക്ഷെ നിന്നെ സ്നേഹിക്കാൻ പോൾ പിശുക്ക് കാണിച്ചിട്ടില്ല. ഒരുപക്ഷെ അത് പ്രകടിപ്പിക്കാൻ പോളിന് കഴിഞ്ഞിട്ടില്ല. അതെന്റെ തെറ്റ്. തെറ്റായിപ്പോയി. പോളേട്ടന്റെ നന്മ തിരിച്ചറിയാത്തത് എന്റെ കുറ്റം. പപ്പ, എനിക്ക് പപ്പയെ ഭയങ്കര ഇഷ്ടാ. ചേച്ചിനെ തള്ളനോടൊപ്പം ഞാൻ നോണ പറഞ്ഞതാ. പോളേട്ടാ, നിങ്ങളെപ്പോലൊരു വലിയ മനുഷ്യന്റെ മകളെ സ്നേഹിക്കാനുള്ള യോഗ്യതയൊന്നും എന്റെ മകനില്ല. അറിവില്ലായ്മ കൊണ്ട് അവൻ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഗംഗാധര, എന്റെ മകൾ ജീവിതം മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എല്ലാ സുഖസൗകര്യങ്ങൾക്കിടയിലും ബന്ധങ്ങളുടെ വിലയറിയാതെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ജീവിക്കുന്ന യന്ത്രങ്ങളാവരുത് അവരെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇവൻ എന്റെ മോന. എന്റെ മക്കളുടെ ആഗ്രഹങ്ങൾക്ക് ഞാൻ എതിര് നിൽക്കൂ? ഓരോ തവണയും ഡ്രൈവറുടെ കയ്യിൽ ഫീസ് കൊടുത്തയക്കുന്ന അപ്പനെ നിനക്കറിയൂ. പക്ഷെ നിന്റെ കോളേജ് പ്രിൻസിപ്പളിനറിയാം. നിന്റെ ഫീസിനൊപ്പം മറ്റു 10 പിള്ളേരുടെ ഫീസ് അടയ്ക്കുന്ന ഈ പോളേട്ടന്. പൊളച്ച, താൻ എന്നോട് പൊറുക്കണം. ഞാനും എൻ്റെ മക്കളും ബിസിനസ്സിൽ ധാരാളം നെറുകേട് കാണിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. പിന്നെ ഇയാളുടെ മകനെ വകവരുത്തി ആ കുറ്റം തന്നെ ഏൽപ്പിക്കാൻ ശ്രമിച്ചു. എല്ലാം വെറും 100 ഏക്കറിന് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോ ക്ഷമിക്കണം. നടേശ, ആ സ്ഥലത്തിന്റെ കച്ചവട സാധ്യത എനിക്ക് അറിയാമേഞ്ഞിട്ടല്ല. കണ്ണു തുറന്നൊന്ന് നോക്ക്. അഭയം തേടുന്ന സഹജീവികളെ കാണാൻ കഴിയും തനിക്ക്. അവർക്ക് വേണ്ടിയുള്ള മാലാഖ വീടാ ആ സ്ഥലത്ത് ഉയരേണ്ടത്, അല്ലേ? മുതലാളി, എനിക്ക് വിവരമില്ല. 2 തല്ല് തന്നിട്ട് ആ താക്കോല് കിടുന്ന പോളേട്ടാന്ന് വിളിക്കടാ. 10-20 വർഷങ്ങൾക്ക് മുമ്പ് പോളിന്റെ ജീവിതത്തിലേക്ക് വഴിയരികിൽ നിന്ന് കളഞ്ഞു കിട്ടിയൊരു നിധിയുണ്ട്. ആ നിധി തേടി വേറൊരാൾ വന്നു. ദൈവനിയോഗം പോലെ നിധിയും ഉടമകളും ഇവിടെ കണ്ടുമുട്ടി. ഇതിൽ കൂടുതൽ എന്തു പറയാൻ? കണ്ണുള്ളവർ കാണട്ടെ പോളെ. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ജീവിതത്തിന് ഒരു അർത്ഥമുള്ളൂ, അല്ലേ അച്ചോ? എല്ലാരും സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കാറുണ്ട്. ത്യജിക്കപ്പെട്ടവർക്ക് നമ്മളൊരു ആശ്രയമാവുമ്പോ കലർപ്പില്ലാത്ത സ്നേഹം നമ്മളെ തേടി വരും. മറ്റുള്ളവന്റെ വിശപ്പിനെ അറിയാതെ, ആരുടെയും നിലവിളിക്ക് ചെവി കൊടുക്കാതെ നമുക്കാർക്കും ഈശ്വരനെ പ്രസാദിപ്പിക്കാൻ കഴിയില്ലടോ. ഇങ്ങ വാ. പോളിന്റെ ലോകത്ത് ഇവരും ഇവരുടെ സ്നേഹമുണ്ട്. ഇതാണ് പോളിന്റെ വീട്. പോളിന്റെ വീടല്ല, പോളേട്ടന്റെ വീട്. നേരമെടുത്തിട്ട് നീന്തി കുളിച്ചിട്ട് നിലക്കൊലിച്ചിട്ട് വന്നോരെണ്ണ നടക്കാരി. നേരമെടുത്തിട്ട് നീന്തി കുളിച്ചിട്ട് നിലക്കൊലിച്ചിട്ട് വന്നോരെണ്ണ നടക്കാരി. മന്ദാരപ്പൂവായി നീ എൻ കരളിൽ പഞ്ചാര തേനിട്ടിച്ചു അഴകെ. മൂവന്തി
നീതി ചോപ്പുള്ള നിൻ കവിളിൽ 300 മുത്തം കൊണ്ടൊരു കഥ എഴുതും ഞാൻ. നേരം വെളുത്തിട്ട് നീന്തി കുളിച്ചിട്ട് നിലക്കൊലുസിട്ട് വന്നോരെണ്ണ നടക്കാരി.